ആ ധർമ്മത്തിന് ഒരു കോട്ടവും കുറവും വരാതെ സമയോചിതമായി അത് ഉയർന്നെഴുന്നേറ്റ് ആർക്ക് എന്തു വേണമെങ്കിലും നിർവഹിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു ഉത്തമ സിദ്ധാന്തമായി തീർന്നു. സാധാരണ ഈ ദാർശനിക ശാസ്ത്രം ഉപദേശിക്കുന്നത് യുദ്ധക്കളത്തിലാണോ? അല്ല. പക്ഷേ കൃഷ്ണൻ ഉപദേശിച്ചത് യുദ്ധക്കളത്തിലാണ്. അങ്ങനെ വേണ്ടി വന്നു, അപ്പോൾ ഉപദേശിച്ചു. അതുവരെ ഉപനിഷത്ത് കാലങ്ങളിൽ ഉപനിഷത്ത് കാട്ടിലിരുന്നാണ് ഉപദേശിച്ചത്. ഞാനിത് എപ്പോഴും പറയാറുള്ളതാണ്. ഇതിപ്പോഴോ യുദ്ധക്കളത്തിൽ വെച്ചിട്ടാണ് ഉപദേശിക്കുന്നത്. ആ ഉപദേശിച്ച തത്വങ്ങൾ മാത്രം പൊടുന്നനെ ഉണ്ടായതല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനാണ് മഹാഭാരതം എന്ന് പറയുന്ന ഇതിഹാസം. നമ്മുടെ ശ്രോതാക്കളും പ്രേക്ഷകരും എന്താണെന്ന് മനസ്സിലാക്കണം. ഈ മഹാഭാരത യുദ്ധം തന്നെ കുരുക്ഷേത്രത്തിൽ എങ്ങനെ അരങ്ങേറി? അത് 1-2 ദിവസം കൊണ്ട് പെട്ടെന്ന് വന്നതാണോ? ആ യുദ്ധം ഉണ്ടാവാൻ അങ്ങനെ പെട്ടെന്ന് നിങ്ങൾ പൊട്ടിമുളയ്ക്കുക. ഞാൻ ദൂത് പറഞ്ഞ സമയത്ത് നിങ്ങളോട് പറയുണ്ടായി, കൃഷ്ണനെ പിടിച്ച് കെട്ടുക എന്ന് ദുര്യോധനൻ പെട്ടെന്ന് തീരുമാനിച്ചു. അതൊരു പെട്ടെന്നുള്ള തീരുമാനമാണ്. അതവിടെ നടന്നു എന്ന് ആരും പറയുന്നില്ല. എന്നാൽ ഇതിൽ 13ഉം 14ഉം ദശകങ്ങളോളമുള്ള ഒരു വൈരമാണ്, വെറുപ്പാണ് ഇവിടെ യുദ്ധമായിട്ട് കലാശിച്ചത്. ആ യുദ്ധമായിട്ട് കലാശിച്ചപ്പോൾ അത് വെറും ഹസ്തിനപുരത്തിൽ ഒതുങ്ങി നിന്നില്ല. ജംബൂദ്വീപിലുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും അവിടെ പടയാളികൾ വന്നു ചേർന്നു എന്നൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെയുള്ള ഒരു യുദ്ധം എങ്ങനെ ഈ ഭാരതത്തിൽ ഉണ്ടായി? ഗുരുശിഷ്യന്മാർ തമ്മിലുള്ള യുദ്ധം ഞാൻ പറഞ്ഞല്ലോ. രക്തബന്ധം, വിവാഹബന്ധം, സൗഹൃദബന്ധം എന്ന് 3 എണ്ണാണ്. അതിനെയൊക്കെ അതിശയിക്കുന്നതാണ് ഗുരുശിഷ്യബന്ധം. ആ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ഒരു പോര്, മുത്തശ്ശനും പൗത്രനും തമ്മിലുള്ള ഒരു പോര്. ചില ആൾക്കാര് മക്കളെ അച്ഛനെ പിടിച്ച് ജയിലിലിട്ടു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് രാജാക്കന്മാരുടെ ഇടയിൽ, നമ്മളുടെ ഇടയിൽ അല്ലെങ്കിലും ഇന്ത്യ രാജ്യത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ മുത്തശ്ശനെ പിടിച്ച് ജയിലിലിടേണ്ട ആവശ്യം എന്താ? അങ്ങനെ മുത്തശ്ശനും പൗത്രനും തമ്മിൽ, പേരക്കിടാവും തമ്മിലുള്ള ഒരു യുദ്ധമാണത്. അപ്പം ആ യുദ്ധം ഉപായം കൊണ്ട് വന്നതല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ അതിനു മുമ്പ് എന്തൊക്കെ കഴിഞ്ഞു ഈ യുദ്ധം ഇല്ലാതെയാക്കാൻ എന്നാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. അതിൽ കൃഷ്ണൻ തന്നെയാണ് സന്ദേശവാഹകനായി ചെന്നത്. ആ കൃഷ്ണന് ഹസ്തിനപുരത്തിൽ കിട്ടിയിട്ടുള്ള സ്വീകരണം ഒരു ഭാഗത്ത്, പ്രതികരണം ഒരു ഭാഗത്ത്, നിങ്ങളെല്ലാം ഇത് മനസ്സിലാക്കി. അപ്പോൾ ഉപായം കൊണ്ട് വന്നതല്ല. ഇനി നിങ്ങൾ ഒരൊറ്റ ആള് പറയരുത് ഈ യുദ്ധം ഒഴിവാക്കാമായിരുന്നോ, പാണ്ഡവന്മാർക്ക് കുറച്ചും കൂടിയും ഔദാര്യം കാട്ടാമായിരുന്നോ, ഈ കൂട്ട രക്തച്ചൊരിച്ചിൽ വേണ്ടാന്ന് വയ്ക്കുകയല്ലേ ശരി, അതിന് വേണ്ട പ്രയത്നങ്ങൾ എല്ലാവരും അവർ ചെയ്തുവോ എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അതുമാത്രമല്ല, ഇതിൽ പങ്കെടുക്കുന്നവരുടെ ഓരോരുത്തരുടെ മനസ്സിൻ്റെ ഉള്ളിലും ഈ യുദ്ധം ഒഴിവാക്കാം എന്നുള്ളൊരു വിചാരമാണോ അതോ ഇത് അനിവാര്യമാണെന്നുള്ള വിചാരമോ, ഇതൊക്കെ നമുക്ക് മനസ്സിലാവണം. അപ്പം ഹസ്തിനപുരത്തിൽ ചെന്നപ്പോൾ അവരെല്ലാവരും അവരുടെ ഉള്ളിൽ തന്നെ, ഒരു ഭാഗത്ത് വിതുരൻ, ഒരു ഭാഗത്ത് ധൃതരാഷ്ട്രൻ, ഒരു ഭാഗത്ത് ഗാന്ധാരി, പിന്നെ ഒരു ഭാഗത്ത് കൃപാചാര്യൻ, ഭീഷ്മൻ, ഇവരാരും യുദ്ധം വേണ്ട എന്ന് പറയുന്നവരാണ്. ഇവരെല്ലാവരും യുദ്ധം വേണ്ട എന്ന് പറഞ്ഞിട്ടും ആ ദുര്യോധനൻ ഒരുത്തനാണ് കൂടിയേ തീരൂ, സൂചി കുത്താനുള്ള സ്ഥലം പോലും ഞാൻ കൊടുക്കില്ല, അവർക്ക് വേണമെങ്കിൽ പോർ ചെയ്ത് സമ്പാദിച്ചോട്ടെ എന്ന് പറഞ്ഞ് ആ ദുര്യോധനൻ്റെ ഒരൊറ്റ വാക്കിൽ ആ മുള്ളിലാ നിൽക്കുന്നത് മുഴുവൻ. കൃഷ്ണൻ അവസാനം മടങ്ങാൻ തീരുമാനിച്ച് ആദ്യമായിട്ട് ഈ വർത്തമാനം പോയി പറയേണ്ടത് ആരോടാ? പാണ്ഡവപക്ഷത്തിനെ അറിയിക്കണമല്ലോ. നിങ്ങൾ എന്നെ പറഞ്ഞയച്ചു ദൂതനായിട്ട്, ആ സന്ദേശവും കൊണ്ട് ഞാൻ അവിടെ ചെന്നു, അവിടെ നടന്നിട്ട് ഫലമുണ്ടായില്ല. ഹനുമാൻ സീതാന്വേഷണത്തിന് പോയി. അപ്പം രാമനാണ് തൻ്റെ കയ്യിലുള്ള മോതിരം കൊടുത്തയച്ചത്. ഈ ഹനുമാൻ ഒരു പക്ഷേ സീതയെ കണ്ടുപിടിക്കും എന്ന് തോന്നി ആർക്ക്? ശ്രീരാമന്. അപ്പം മോതിരം കയ്യിലിരിക്കട്ടെ, എങ്ങാനും കണ്ടാൽ ഈ വന്ന ആള് വിശ്വാസയോഗ്യനാണോ? പോകുന്നതൊരു വാനരനാണ്, നരൻ്റെ സന്ദേശവും കൊണ്ടാ പോകുന്നത്, നരോത്തമൻ്റെ. അപ്പം കയ്യിലുള്ള മോതിരം അടയാളമായിരിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുത്തു. അത് കൊടുത്ത് സീതയുടെ കയ്യിൽ നിന്ന് ചൂടാമണിയും മേടിച്ച് ഹനുമാൻ വന്ന് പറഞ്ഞതെന്താ? കണ്ടേൻ സീതയെന്ന, സീതയെ ഞാൻ കണ്ടു സീതയെ എന്ന് പറഞ്ഞാണ്. സീതയെ കണ്ടു എന്നല്ലാതെ കണ്ടു സീതയെന്ന ആ പരിഭ്രമം തീർക്കാൻ വേണ്ടി പറഞ്ഞു. ഇവിടെയോ കൃഷ്ണനെ പോലെ ഒരു മഹാവ്യക്തി, കൃഷ്ണ പരമാത്മാവ് തന്നെ പോയി വളരെ ഭംഗിയായി തൻ്റെ അഭിപ്രായം, പാണ്ഡവ പക്ഷക്കാരുടെ അഭിപ്രായം, നിർദ്ദേശം എല്ലാം കൂടി വളരെ ഭംഗിയായി, ഫലപ്രദമായി, കാര്യക്ഷമമായി, സമ്പുഷ്ടമായി, വളരെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും
ഫലമുണ്ടായില്ല. അപ്പൊ ഈ വർത്തമാനം പാണ്ഡവന്മാരെ അറിയിക്കണം. ഈ പാണ്ഡവപക്ഷത്തിൽ ആരാ അടുത്തുള്ളത്? കുന്തിദേവിയാ, പാണ്ഡവന്മാരുടെ അമ്മ. എവിടെയാ? വിതുരന്റെ കൂടെയാ. അപ്പൊ വേഗം ചെന്ന് പറഞ്ഞു അത്രേ. ആരുടെ അടുത്ത്? കുന്തിദേവിയുടെ അടുത്ത്. എന്താ കൃഷ്ണൻ പറയണത്? കാലപക്വമിതം സർവം സുയോധനവശാനുഗം. നോക്കൂ, സംസ്കൃതാണിത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ലോകം മുഴുവനും തലകുലുക്കി സമ്മതിക്കണു സംസ്കൃതത്തിന്റെ മഹിമ. മഹിമ. സംസ്കൃതം എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം മനുഷ്യന്റെ സഭ്യതയിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും ഉടലെടുക്കുന്നത്, കറതീർന്ന് പുറപ്പെട്ടിട്ടുള്ളതാണ്. ആ സംസ്കൃത ഭാഷ പഠിക്കുന്നതോടുകൂടി മനുഷ്യന് പ്രതിനിമിഷം സംസ്കാരമാണ് ഉണ്ടാവുക. അങ്ങനെ സംസ്കരിക്കപ്പെട്ടതും മനുഷ്യനെ സംസ്കരിക്കുന്നതുമായ വിശേഷപ്പെട്ട ഒരു ഭാഷയാണ് ഈ സംസ്കൃതം. അപ്പൊ ആ സംസ്കൃതത്തിലാണ് പറയുന്നത് കാലപക്വമിതം സർവം സുയോധനവശാനുഗം ആപൃച്ഛേ ഭവതീം ശീഘ്രം പ്രയാസ്യേ പാണ്ഡവാൻ പ്രതി. ആ ആദ്യത്തെ വാക്ക് കൃഷ്ണന്റെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാനൊരു 2 സെക്കൻഡ് നിർത്തണോ നിങ്ങൾക്ക് ആലോചിക്കാൻ? കാലപക്വമിതം സർവം. ഇവിടെ ഉള്ളത് മുഴുവനും കാലത്തിന് വിധേയമായി പക്വമായി കഴിഞ്ഞു. കാലം എന്ന് പറയുന്നതാണ് ഈ ലോകത്തിന് എല്ലാറ്റിനെയും നയിക്കുന്നത്. സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, ഭൂമി കടന്ന് തിരിയുന്നു, പ്രപഞ്ചം തന്നെ ഉത്പത്തിയായി, ഒരു ബിഗ് ബാങ്ങോ എന്തോ ഒന്നുണ്ടായി. ഇതൊക്കെ എപ്പോഴാ? കാലത്തിൻ്റെ പ്രയാണത്തിലാണ്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ ജനിച്ചത് മുതൽക്ക് ആ കുട്ടിക്ക് വയസ്സാവുക. ആ വയസ്സാവുക എന്നുള്ള വാക്കിന് തന്നെ മലയാളത്തിൽ വലിയ അർത്ഥമാണ്. 2 വയസ്സാ ആ കുട്ടിക്ക് എന്നാ പറയുക. പ്രായമായിട്ടുള്ള ആ ഒരു 90-95കാരോ അവർക്ക് വയസ്സായി എന്ന് പറയും. കുട്ടിക്കും പറഞ്ഞു വയസ്സായി എന്ന്. അപ്പം നമുക്ക് എപ്പോഴും ഈ മൂപ്പ് വന്നുകൊണ്ടിരിക്കുക. ആ മൂപ്പ് പക്വമാകുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാലത്തിൻ്റെ പ്രയാണത്തിൽ നമ്മുടെ ജീവിതം പക്വമായി അവസാനം അസ്തമിക്കും, താഴത്ത് വീഴും, പ്രാണൻ നിശ്ചലമാവും. ഇവിടെ പറയാണ് കാലപക്വമിതം സർവം. ഇവിടെ നിശ്ചയിച്ചത് ഒരു ദുര്യോധനൻ. ആ ദുര്യോധനൻ ആരാ? ഹസ്തിനപുരത്തിലെ യുവരാജാവാണ്. അപ്പൊ അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനം കൊണ്ട് എന്തുണ്ടായി? ഭാരതത്തിലുള്ള പ്രജകളെയും ഭൂമണ്ഡലത്തെയും മുഴുവനും ബാധിക്കുന്ന ഒരു പ്രശ്നമായി തീർന്നു. അവരെല്ലാവരും കാലം കൊണ്ട് പാകപ്പെട്ടു. ദാ പൂവാണെന്ന്. സുയോധനവശാനുഗം. എന്താ കാരണം? ദുര്യോധനൻ. ആ ദുര്യോധനന്റെ പക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കും ഇംഗിതത്തിനും വിധേയമായി പ്രവർത്തിക്കുന്നവരാണ് ഇവർ മുഴുവനും. അപ്പൊ അവരെല്ലാവരും കൂട്ടത്തോടുകൂടി മരിക്കാൻ പോകുമ്പോൾ അവർ മാത്രമല്ലല്ലോ, 18 അക്ഷൗഹിണി സേനയായിരുന്നു അവിടെ വന്നത്. അതിൽ 11 അക്ഷൗഹിണി സേനയാണ് ദുര്യോധനന്റെ പക്ഷത്തിൽ, ബാക്കി 7 പാണ്ഡവന്മാരുടെ പക്ഷത്തിലാണ്. ഈ ദുര്യോധന പക്ഷത്തിലുള്ള സേന മരിച്ചു പോകണമെങ്കിൽ അവരെ കൊല്ലാൻ മറ്റുള്ളവരും തുനിയണ്ടേ. അപ്പൊ ദുര്യോധന പക്ഷക്കാരും കൊല്ലൂല്ലോ. അങ്ങനെ പരസ്പരം കൊന്ന് സുയോധനവശാനുഗം. എല്ലാവരും നശിക്കാൻ പോവാണ് അമ്മായി എന്ന് പറയുന്നു. ആര്? കൃഷ്ണൻ. കാലപക്വമിതം സർവം സുയോധനവശാനുഗം ആപൃച്ഛേ ഭവതീം ശീഘ്രം പ്രയാസ്യേ പാണ്ഡവാൻ പ്രതി. ഞാനിനി ഒരു സമയവും ഇവിടെ നിൽക്കണില്ല. ഇവിടെ സല്ലപിക്കാനോ വിരുന്നിനോ ഒന്നും സമയമില്ല. ഇവിടെ അതിഥി സൽക്കാരത്തിനൊന്നും. എനിക്ക് വേഗം പോകണം പാണ്ഡവന്മാരുടെ പക്ഷത്തിലേക്ക്. അവരെ ഈ വിവരം അറിയിക്കണം. അതുകൊണ്ട് അമ്മായി, അവരുടെ അമ്മയെ, ഞാൻ എന്താ പോവാണ്. ആപൃച്ഛേ ഭവതീം. ഭവതിയോട് ചോദിക്കുകയാണ്. എൻ്റെ ദൂത് കൊണ്ട് പ്രയോജനം ഉണ്ടായില്ല. അവരെല്ലാവരും എന്നെ ബന്ധിക്കാനാണ് പുറപ്പെട്ടത്. ബന്ധിക്കാൻ അവർക്ക് സാധിച്ചില്ല. ഞാൻ അങ്ങനെ ഇനി ഇവിടെ ഒരു നിമിഷം നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് പുറത്ത് കിടന്നു. ഞാൻ വന്നിരിക്കുകയാണ്. അമ്മായിയോട് വിവരം പറഞ്ഞ് വേഗം എനിക്ക് പോകണം ഭവതിയുടെ മക്കളുടെ അടുക്കിലേക്ക്. എന്തെങ്കിലും അവരോട് അവസാന വാക്ക് പറയാനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കൂ. ഭവതിയുടെ സന്ദേശം മുമ്പ് പറഞ്ഞത് ഞാൻ അവരെ അറിയിച്ചിട്ടുണ്ട്. അന്ന് ദൂത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ദൂതും സന്ദേശവും ഒക്കെ കഴിഞ്ഞ് അതിൽ പരാജയപ്പെട്ട് നമ്മൾ പോവാണ്. നമ്മുടെ ഭാഗത്തിൽ നിന്ന് ചെയ്യാനുള്ളതെല്ലാം പരമാവധി ചെയ്തു കഴിഞ്ഞു. ഇനി ഒന്നും നമുക്ക് ചെയ്യാനില്ല. ഇനി യുദ്ധത്തിന് പുറപ്പെടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. യുദ്ധം നടത്തുകയാണ്. ഈ സന്ദർഭത്തിൽ ഭവതിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണേ എന്ന്. ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ്, എന്തെങ്കിലും തരത്തില് ഒരു കഠിനമായ ഒരു കൃത്യം നമുക്ക് നടത്തേണ്ടി വരുമ്പോൾ ആ കൃത്യം നടത്തുന്നതിന് മുൻപ് എന്തെല്ലാം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമോ അത് നിഷ്ഫലമായാൽ കൂടി നാം പ്രയത്നിക്കണം. എപ്പോഴാ മനുഷ്യൻ്റെ മനസ്സ് മാറുക എന്ന് പറയാൻ പറ്റില്ല.
അതുകൊണ്ട് നമ്മുടെ ഭാഗത്തിൽ നിന്ന് വെറുതെ എന്ന് പറഞ്ഞ് തള്ളരുത്. കൃഷ്ണൻ പോകുന്നതിന് മുൻപ് പറഞ്ഞു, എന്താ പറഞ്ഞേ? നഹി ധർമ്മം ച ലോകം ച ത്യക്വാ ചരതി ദുർമതിഹി ന ച സന്തപ്യതേ തേന തഥാ രൂപേണ കർമ്മണ. യുധിഷ്ഠിരൻ പറയാണ്, എങ്ങനെയെങ്കിലും നമുക്ക് ഈ കൂട്ടച്ചൊരിച്ചിൽ ഒഴിവാക്കണം എൻ്റെ കൃഷ്ണ. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ശാന്തിദൂതുമായി അവിടെ ചെല്ലണം. സമാധാനം, നമുക്കൊരു ഐക്യം, ഒരു സന്ധി നേടണം. ഞാൻ ആരെയാ പറഞ്ഞയക്കുക? കൃഷ്ണനെ പോലെ ഒരാളെ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. പല വിധത്തിലുള്ള ആശങ്കകളും വിഷമങ്ങളും ഉണ്ടെങ്കിലും കൃഷ്ണൻ തന്നെ പോയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ, ജ്യേഷ്ഠ ഞാൻ പോയി കളയാം, പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആരുടെ അടുത്താ ഈ പോണത്? ദുര്യോധൻ്റെ അടുത്ത്. ദുര്യോധൻ്റെ പെരുമാറ്റവും സമ്പ്രദായവും ഒക്കെ നമുക്ക് അറിയാമല്ലോ. ആദ്യമേ മുതൽക്ക് നിങ്ങളോട് വൈരം വൈരം വൈരം, ആ വൈരമാണ് അവൻ്റെ മന്ത്രം. അങ്ങനെ സംസാരിക്കുമ്പോൾ പറയണ്ടായി, നഹി ധർമ്മം ച ലോകം ച ത്യക്വാ ചരതി ദുർമതിഹി ന ച സന്തപ്യതേ തേന തഥാരൂപേണ കർമ്മണ. ലോകത്തിലെ മനുഷ്യരാണെങ്കിൽ നാം ചെയ്യുന്ന പ്രവൃത്തി നന്നാവണം, നല്ലവർക്ക് സമ്മതമാകണം, എല്ലാവരും തലകുലുക്കി സമ്മതിക്കണം. നമ്മെ സംബന്ധിച്ച ഒരു നല്ല അഭിപ്രായമേ സമാജത്തിൽ ഉണ്ടാകാവൂ. ഞാൻ എന്ത് ചെയ്യാൻ പുറപ്പെട്ടാലും ആരെങ്കിലും ഉടുതുണിയൊന്നുമില്ലാതെ പുറത്ത് എല്ലാവരും കാണച്ചൊല്ലി നടക്കാറുണ്ടോ? ഇല്ല. എന്താ കാരണം? അത് ശരിയല്ല എന്നൊരു തോന്നൽ നമുക്കുണ്ട്. ബാക്കിയുള്ളവർക്ക് കാണാൻ വിഷമാവും. അപ്പം ഇത് നല്ല പോലെ മനസ്സിലാക്കിയിട്ട് വേണം ജീവിക്കാൻ. എന്നാൽ ഈ ദുര്യോധനൻ എങ്ങനെയാ? സഹി ധർമ്മം ച ലോകം ച ത്യക്വാ ചരതി ദുർമതിഹി. അവന് ധർമ്മം എന്നൊരു മാനദണ്ഡമില്ല ജീവിതത്തിൽ, പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ചിന്തിക്കുന്നതിനും. ലോകം ച, ഈ ലോകം നമ്മുടെ നാല് ഭാഗത്തും ഉണ്ടല്ലോ, അവരിത് കാണില്ലേ കേൾക്കില്ലേ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ഒരു ഭയമോ അവരുടെ മുൻപിൽ ഒരു മടിയോ ആ കക്ഷിക്കില്ല. ഇത് രണ്ടും ത്യക്വ, മനഃപൂർവ്വം ഉപേക്ഷിച്ച് ചരതി ദുർമതിഹി, ദുഷ്ട മനസ്സോടുകൂടിയാണ് ദുര്യോധനൻ ആദ്യകാലം മുതൽക്ക് പ്രവർത്തിച്ചിരിക്കുന്നത്, എല്ലാം ചെയ്തു വരുന്നത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എപ്പോഴെങ്കിലും ഒരിക്കൽ മനസ്സിൽ ഒരാലോചനയോ അതിനെപ്പറ്റി ഒരു വിഷമമോ തോന്നുന്നുണ്ടോ? അതുമില്ല. ന ച സന്തപ്യതേ തേന തഥാരൂപേണ കർമ്മണ. താൻ ഈ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് എന്തെങ്കിലും ഒരു വിഷമം മനസ്സിന് വേണ്ടേ? അതില്ല. ദുഷ്ടന്മാർക്ക് താൻ ചെയ്യുന്ന ദുഷ്ടതയിൽ ഒരു അനുശോചനമോ ഒരു പരിതാപമോ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ നന്നാവുക? ഇനി ലോകത്തിനെ പേടിച്ചോ ബഹുമാനിച്ചോ അതുമില്ല. ലോകത്തിനേ ഇല്ല പേടി. തൻ്റെ പ്രവൃത്തിയിൽ ഒരു അനുശോചവും തനിക്കില്ല, പരിതാപവും ഇല്ല. അങ്ങനെ വന്നാൽ പിന്നെ ആരാ നേരെയാവുക? അതുകൊണ്ട് ഞാൻ അവിടെ പോയി സന്ധ്യസംഭാഷണം നടത്തി പ്രയോജനമുണ്ടാവുന്നുള്ളൊരു ബോധ്യം എനിക്കില്ല ജ്യേഷ്ഠ, എന്നാലും ഞാൻ പോവാം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അതുപോലെ തന്നെ ഉണ്ടായി. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, എന്നാൽ പിന്നെ എന്തിനാ പോയതെന്ന് അങ്ങനെ ആ ചോദ്യം ചോദിക്കാൻ പാടില്ല. ധർമ്മപക്ഷത്തിൽ നിന്ന് എന്ത് പ്രവൃത്തി ചെയ്യുന്ന സമയത്തും ധർമ്മം ആവശ്യപ്പെടുന്നത് മുഴുവനും അവസാന നിമിഷം വരെ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് വന്നു? ദുഷ്ടന്മാർക്ക് മാറാനുള്ളൊരു അവസരം കൊടുത്തു. ഇത്രയൊക്കെ ചെയ്തിട്ടും അവർ ദുഷ്ടതയെ ഒഴിവാക്കിയില്ല എന്ന് പറയുമ്പോൾ ആ ദുഷ്ടതയെ നേരിടാനുള്ള ഒരു ശക്തി നമുക്കുണ്ടാവും. ഇവിടെ ശക്തി ആരോടാ? സഹോദരന്മാരോട്, മുത്തശ്ശനോട്, ആചാര്യനോട്, അനവധി ബന്ധുക്കളോട്. ഇവരെ എല്ലാവരെയും പൊരുതാൻ എളുപ്പം സാധിക്കില്ല, മനുഷ്യ മനസ്സ് സമ്മതിക്കില്ല. അപ്പം താൻ ഓരോ പടിയായി ഈ യുദ്ധം ഒഴിവാക്കാൻ പരിശ്രമിച്ചു എന്നൊരു തോന്നൽ, എന്നിട്ട് സാധിച്ചില്ലല്ലോ എന്നൊരു ഫൈൻഡിങ്, അത് കണ്ടുപിടിച്ചു. അതിൻ്റെ പേരിലെ മനോബലം വേണ്ടത്രേ ഉണ്ടാവുള്ളൂ, പശ്ചാത്താപം തോന്നൂല്ല. കാലപക്വമിതം സർവം സുയോധനവശാനുഗം ആപൃച്ഛേ ഭവതീം ശീഘ്രം പ്രയാസ്യേ പാണ്ഡവാൻ പ്രതി. അപ്പൊ ചോദിക്കുകയാണ്, മക്കളോട് എന്തെങ്കിലും പ്രത്യേകം അവസാന വാക്കായിട്ട് പറയാനുണ്ടോ എന്ന്. അപ്പൊ അമ്മയ്ക്ക് വലിയൊരു സ്ഥാനമാണ് ലോകത്തിൽ. നമ്മളെയൊക്കെ പെറ്റു വളർത്തുന്നത്, ഗർഭം ധരിച്ച് പെറ്റു വളർത്തുന്നത് അമ്മമാരാണ്. അവരുടെ അമ്മിഞ്ഞ കുടിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അവർക്ക് മക്കളോടുള്ള ഒരു പ്രത്യേക ബന്ധവും കൂറും കടപ്പാടും സ്നേഹവും ഒക്കെ ഉണ്ടാവും. അച്ഛൻ ചിലപ്പോൾ പ്രകോപിച്ചു അടിച്ചു നിർത്തി എന്നൊക്കെ വരാം, അമ്മ കൂട്ടാക്കില്ല. അതാരും ചോദ്യം ചെയ്യൂല അമ്മയ്ക്കുള്ളത്. അപ്പം അമ്മയുടെ ഭാഗത്തിൽ നിന്ന് ഈ നടക്കാൻ പോകുന്ന യുദ്ധത്തിനെ പറ്റി എന്തെങ്കിലും ഒരു വിചാരം അവർക്ക് മനസ്സിലുണ്ടെങ്കിൽ അത് മക്കളോട് പറയാനുള്ള അവസരമാണിപ്പോൾ. ആ വാക്കുകൾ കത്തുന്ന തീ പോലെ ജ്വലിച്ചുകൊണ്ട് ഇടിമിന്നൽ പോലെ അവരുടെ ഉള്ളിൽ അത് പ്രകാശിക്കും. ഒരു പ്രേരണയോ ഒന്നിലോ ഒരടക്കം അല്ലെങ്കിൽ ഒരു ഉത്സാഹമായി തീരും.
അവരെ അടക്കാനോ അല്ല അവർക്ക് ഉത്സാഹം നൽകാനോ? കുന്തിദേവിക്ക് എന്ത് പറയാനുണ്ടോ അത് പറയണം എന്ന് പറഞ്ഞ് കൃഷ്ണൻ പറയുക. എന്തായാലും ഇവിടുന്നുള്ള സന്ദേശം എന്താ? ഞാൻ പോയ കാര്യം ഫലിച്ചില്ല എന്നുള്ളതാ. അമ്മയെ ആദ്യമായി അറിയിച്ചു, അമ്മ പറഞ്ഞയക്കണത് ഇന്നതാണ് എന്ന് പറയുമ്പോൾ ആ കുട്ടികൾക്ക് സ്വതവേ മടിയാണല്ലോ. ഈ യുധിഷ്ഠിരൻ എങ്ങനെ പോയാലും യുദ്ധം ചെയ്യാൻ കൂട്ടാക്കില്ല. ആ യുധിഷ്ഠിരൻ്റെ മനസ്സിനെ ആ യുദ്ധത്തിന് ഉദ്യുക്തമാക്കി തീർക്കണം. അത് എളുപ്പമല്ല. അതും കൂടി കണ്ടുകൊണ്ടാണ് കൃഷ്ണൻ കുന്തിദേവിയോട് സംസാരിച്ചത്. ബ്രൂയാ കേശവരാജാനം ധർമാത്മാനം യുധിഷ്ഠിരം ഭൂയാംസ്തേ ഹീയതേ ധർമ്മോ മാ പുത്രക വൃഥാ കൃഥാഹ. ഞാനിതൊക്കെ എന്തിനാ നിങ്ങളോട് വായിച്ചു പറയുന്നത്? 5000 ചില്ലാനം കൊല്ലം മുൻപ് ഭാരതഭൂമിയിൽ നടന്ന സംഭവമാണ്. അത് ഞാൻ പറയുമ്പോൾ ഏതുപോലെയാ പറയുന്നത്? ഇക്കാലത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ മനസ്സിനെയും ബുദ്ധിയെയും തട്ടി നിൽക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. ആദിമ മനുഷ്യനും ആധുനിക മനുഷ്യനും തമ്മിൽ ശരീരഘടനയിൽ ഒരു മാറ്റമില്ല. ആ ആളുടെ ശരീരം എങ്ങനെയോ അതുപോലെ തന്നെ രക്തം, മാംസം, മജ്ജ, അസ്ഥി, മേധസ് ഇതൊക്കെ കൂടിയതാ നമ്മുടെ ശരീരം. ആ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്സോ അതും വൈകാരികമാണ്. പണ്ടത്തെ മനുഷ്യൻ്റേതുപോലെ ഇന്നും വൈകാരികമാണ്. ബുദ്ധിയോ യുക്തിസഹമായി അന്നും പ്രവർത്തിച്ചു, ഇന്നും പ്രവർത്തിക്കുന്നു. അപ്പം മനുഷ്യ വ്യക്തിത്വത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പം ഈ പഴയ ഈ ചരിത്രം പറയുന്ന സമയത്ത് നമ്മളുടെ ഇടയിലുള്ള സ്ത്രീകൾ, അമ്മമാരാകാൻ പോകുന്നവർ, അവർക്കെല്ലാവർക്കും അത് ചിന്തിച്ചു നോക്കി ഉൾക്കൊണ്ടത് ഉൾക്കൊള്ളാം. എങ്ങാനും ഒരു സന്ദർഭത്തിൽ നിങ്ങളുടെ മക്കൾക്ക് ന്യായത്തിന് വേണ്ടി നിലകൊള്ളേണ്ടി വന്നു. ആ ന്യായത്തിന് നിലനിൽക്കുമ്പോൾ സ്വന്തം സഹോദരനാണ് മറുപക്ഷത്തിൽ എന്നുണ്ടെങ്കിൽ പോലും അമ്മയുടെ ഭാഗം വളരെ വ്യക്തമാവണം. എൻ്റെ പൊന്നുമോനെ, നിങ്ങൾ രണ്ടുപേരെയും പെറ്റത് ഞാനാണ്. മാതൃവാത്സല്യം തുല്യമാണ്. പക്ഷേ മറ്റേവൻ തെറ്റുകാരനാണ്, നീ ശരിയാണ്. അതുകൊണ്ട് നീ ശരി പിടിച്ചു നിന്ന് ആ ശരി സ്ഥാപിക്കാൻ വേണ്ടി എന്തു വേണമോ അത് ചെയ്യണം. അതിനിതാ രണ്ടുപേരെയും പെറ്റു വളർത്തിയ അമ്മ ഇതാ സമ്മതം നൽകുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കണം സ്ത്രീജനങ്ങളെ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ലോകം എങ്ങനെയും രൂപം കൊള്ളാം, അതിൻ്റെ ഗതി നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് കുട്ടികളുണ്ടാവുന്നു, ആ ഉണ്ടായ കുട്ടികളെ വളർത്താം, ഭക്ഷണം കൊടുത്ത് വളർത്താം, കുറേയൊക്കെ നല്ലത് പറഞ്ഞു കൊടുക്കാം. അതല്ലേ ഭീഷ്മൻ ചെയ്തത്? അതല്ലേ ദ്രോണൻ ചെയ്തത്? അതല്ലേ കൃപാചാര്യൻ ചെയ്തത്? അതല്ലേ ധൃതരാഷ്ട്രനും ഗാന്ധാരിയും ചെയ്തത്? ഇതൊക്കെ പറഞ്ഞിട്ടും ദുര്യോധൻ്റെ മനസ്സ് മാറില്ല എന്ന് വന്നാൽ എന്താണ് പിന്നെ? അപ്പോൾ ഒരു പരിധി വരെയേ നമ്മുടെ വികാരങ്ങൾക്ക് സ്ഥാനമുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മളിൽ വിവേകമാണ് പ്രകാശിക്കേണ്ടത്. വിവേകനീതമാവണം നമ്മുടെ ബുദ്ധി. നോക്കൂ അമ്മ എന്തു പറയണമെന്ന്. ബ്രൂയാഹ കേശവരാജാനം ധർമാത്മാനം യുധിഷ്ഠിരം ഭൂയാംസ്തേ ഹീയതേ ധർമ്മോ മാ പുത്രക വൃഥാ കൃഥാഹ. ബ്രൂയാഹ കേശവ രാജാനം ധർമാത്മാനം യുധിഷ്ഠിരം. എൻ്റെ മകൻ യുധിഷ്ഠിരൻ രാജാവാണ്. ഞാൻ അമ്മയെ പെറ്റുവളർത്തിയിട്ടുണ്ട്. പക്ഷെ അമ്മയല്ല ഈ കാര്യം തീരുമാനിക്കാനും നടത്തിക്കാനും, മകനാണ്. കാരണം അവനാണ് രാജാ. രാജാ എന്നുള്ള നിലയ്ക്ക് വേണം യുധിഷ്ഠിരൻ ചിന്തിക്കാൻ. സഹോദരൻ 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 എന്നല്ല ചിന്തിക്കേണ്ടത്. രാജാവാണ് ഞാൻ. സിംഹാസനത്തിൽ ഇരുന്നവനും ഇരിക്കേണ്ടവനുമാണ്. ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പ്രജാമണ്ഡലത്തിന് മുഴുവൻ പരിപാലിക്കാനാണ്. ആ പ്രജകളെ പരിപാലിക്കുന്ന സമയത്തിന് അതിന് നീതിയും ശാസ്ത്രവും ആവശ്യമാണ്. ആ നീതി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്നു എന്ന് കണ്ടാൽ രാജാവിൻ്റെ സർവ്വബലവും ഉപയോഗിച്ച് അവിടെ നീതിയെ പരിരക്ഷിക്കേണ്ടി വരും. അതിനാണ് ക്ഷത്രിയൻ എന്നുള്ള ആ ധർമ്മവും ആ ക്ഷത്രിയ വീര്യവും ക്ഷത്രിയ രക്തവും ഒക്കെ അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, യുധിഷ്ഠിരൻ ധർമാത്മാവാണ്, രാജാവാണ്. ആ രാജാവായിരിക്കുന്ന യുധിഷ്ഠിരൻ്റെ ഭൂയാംസ്തേ ഹീയതേ ധർമ്മോ, ആ രാജാവ് എന്നുള്ള നിലയ്ക്ക് നിന്റെ ധർമ്മം ഇതാ. ഭൂയാംസ്തേ ഹീയതേ, ആ ധർമ്മത്തിന് ഗ്ലാനി വന്നിരിക്കുകയാണ്. ഗ്ലാനി അത് വല്ലാതെ മുഷിഞ്ഞു കഴിഞ്ഞു, തേഞ്ഞു കഴിഞ്ഞു. അതിനെ ഈ സമയത്ത് രക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ലോകം അനാഥമാവും. ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുക എന്നറിയില്ല. പുത്രക വൃഥാ കൃഥാഹ. അതുകൊണ്ട് നീ വെറുതെ ഇരിക്കരുത്. ഇനി സംസാരിക്കാനുള്ള സമയമല്ല.
ആലോചിക്കാനുള്ള സമയമല്ല, ഭാവനയിൽ കഴിഞ്ഞുകൂടാനുള്ള സമയമല്ല, കയ്യും കാലുമെടുത്ത് പ്രവർത്തിക്കേണ്ട സമയം ആയിക്കഴിഞ്ഞു. ക്ഷത്രിയന്റെ മെയ്യിൻ്റെ ബലം മുഴുവനും പ്രത്യക്ഷത്തിൽ പ്രയോഗിക്കാനുള്ള സമയമാണ്. അതുകൊണ്ട് നീ മിണ്ടാതിരിക്കരുത്. ഇപ്പോൾ തന്നെ നിന്റെ ധർമ്മത്തിന് വലിയ ഹാനി വന്നു കഴിഞ്ഞു. ഭൂയാം സ്തേഹീയതേ ധർമ്മോ മാ പുത്രക വൃഥാ കൃഥാഹ. സ്ത്രീജനങ്ങളെ, നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഈ പറയുന്ന വാക്ക് എന്താണെന്ന്? ഒരമ്മയാണ് പറയുന്നത്. നിങ്ങൾ ക്ഷത്രിയന്മാരല്ലായിരിക്കാം, പടപുരുതേണ്ടി വരില്ലായിരിക്കാം. പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ പരിമിതമായ തോതിൽ പലതും ഇങ്ങനെ സംഭവിക്കാം. നിങ്ങൾക്ക് എത്രത്തോളം കാലം പക്ഷം പിടിച്ച് ജീവിക്കാം എന്ന് ആലോചിക്കണം. ഒരമ്മ എത്രയും കുട്ടികളെ പ്രസവിക്കാം, അവർ പലതരത്തിലുള്ള ആൾക്കാരാവും. പ്രസവിച്ച് വളർത്തി അമ്മയുടെ സ്ഥാനം കഴിഞ്ഞു. അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ആലോചിക്കേണ്ടത് വിവേകം ഉപയോഗിച്ച് സത്യവും ധർമ്മവും ആര് പരിപാലിക്കണോ അവരാണ് ലോകത്തിന് അലങ്കാരം. ബാക്കിയുള്ളവരെ നമ്മൾ പെറ്റാലും അമ്മിഞ്ഞ കൊടുത്ത് വളർത്തിയാലും അവർ ലോകത്തിന് അലങ്കാരമല്ല. അപ്പം അമ്മയ്ക്ക് ശരിയായ സ്ഥാനം ശരിയായ സമയത്ത് എടുക്കേണ്ടി വരും. വേദവ്യാസ മഹർഷിയെ വിളിച്ച് സഹോദര വധുക്കളിൽ പുത്രോത്പാദനം നടത്തണം എന്ന് പറഞ്ഞത് ആരാ? സത്യവതിയാണ്. സിംഹാസനത്തിൻ്റെ ആവശ്യം നിർവഹിക്കാൻ, അരാജകത്വം വരുത്താതെ ഇരിക്കാൻ മഹർഷിയുടെ അടുത്ത് അമ്മയുടെ അവകാശം ഉപയോഗിച്ച് പറഞ്ഞു പുത്രോത്പാദനം നടത്തണമെന്ന്. എൻ്റെ ശാസന നിനക്ക് ലംഘിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആരോട്? വേദവ്യാസനോടാ പറഞ്ഞത്. ലോകം മുഴുവനും ആരാധിക്കുന്നതും ലോകത്തിന് മുഴുവനും ധർമ്മം എഴുതി വച്ചിട്ടുള്ളതുമായ വ്യാസമഹർഷിയോട് പറയുക. അവസാനം വ്യാസമഹർഷി അത് സ്വീകരിച്ചു, പുത്രോത്പാദനം നടത്തി. അമ്മയുടെ വാക്കിന് വലിയ ശക്തിയാണ്. പക്ഷെ ആ അമ്മ എങ്ങനെ സംസാരിക്കണം? ദുർബലയായി സംസാരിക്കരുത്, വിവേകത്തോടു കൂടി സംസാരിക്കണം. ലോകത്തിൻ്റെ മുഴുവനും നന്മയും മംഗളവും ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. 1, 2, 10 കുട്ടികളെ എത്ര നിങ്ങൾ പെറ്റു വളർത്തിയിട്ടുണ്ടോ അവരുടെ ഒക്കെ അമ്മയാണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വിശ്വജനനീഭാവം, ലോകജനനീഭാവം, സമാജ ജനനീഭാവം ഉണ്ടാവണം. നിങ്ങൾക്ക് മനസ്സിലാക്കൂ, ഇതാണ് നമ്മുടെ സംസ്കാരം. അടുക്കളയിൽ കഴിഞ്ഞുകൂടി അവിടെ ഇവിടെയും നോക്കി ജീവിക്കുകയല്ല. നിങ്ങൾ ജീവിക്കുന്നത് എവിടെ വേണമെങ്കിൽ ആയിക്കോട്ടെ, നിങ്ങളുടെ മനസ്സിനെ ആരും പിടിച്ച് കെട്ടണില്ല, ബുദ്ധി ആരും പിടിച്ച് കെട്ടണില്ല. മനസ്സും ബുദ്ധിയും തത്വമനനം ചെയ്യാനും ആലോചിക്കാനും നല്ലത് കണ്ടുപിടിക്കാനും ഉള്ളതാണ്. ശ്രോത്രിയസ്യേവ തേ രാജൻ മന്ദഗസ്യാ വിപശ്ചിതഃ അനുവാകഹതാ ബുദ്ധിർ ധർമ്മം ഏവൈകമീക്ഷതേ. വേദം വളരെ പവിത്രമാണ്, ദിവ്യമാണ്. ആ വേദങ്ങൾ ചൊല്ലാൻ ചില ക്രമങ്ങളൊക്കെ ഉണ്ട്. ഉദാത്ത അനുദാത്തത്തോടു കൂടി വേണം ചൊല്ലാൻ. ആരെങ്കിലും ഒരു ആചാര്യൻ നമ്മളെ പഠിപ്പിച്ചു തരും. ആ പഠിപ്പിച്ചു തന്നാൽ നമുക്ക് ചൊല്ലുകയായി. അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണു. മന്ദഗസ്യ അവിപശ്ചിതഃ. ആ ചൊല്ലുന്നവൻ ഒരു മന്ദബുദ്ധിക്കാരനാ, വിവേകം അറിയൂല. വേദം പഠിച്ചിട്ടുണ്ട്, വേദം ചൊല്ലണു എന്ന് മാത്രമേ ഉള്ളൂ. ആ വേദം ചൊല്ലുന്നതിൽ പറഞ്ഞിട്ടുള്ളത് എന്താന്ന് ചിന്തിക്കണില്ല, ആലോചിക്കണില്ല. അപ്പൊ വേദങ്ങളുടെ ശാസന എന്തോ, വേദങ്ങളുടെ ലക്ഷ്യമെന്തോ, അവ നിർദ്ദേശിക്കുന്ന മൂല്യതത്വ സിദ്ധാന്തങ്ങൾ എന്തോ അതൊന്നും പരിഗണിക്കാതെ അക്ഷരങ്ങൾ മാത്രം ഉരുവിട്ട് കഴിയുന്ന ഒരാളുണ്ടല്ലോ, അതുപോലെ ആവരുത്. നീ ഇപ്പോഴത്തെ നില എന്താ? നീ ധർമ്മം എന്നുള്ള പേരിൽ ശാന്തി മാത്രമേ അറിയണുള്ളൂ. ധർമ്മത്തിന് ശാന്തി മാത്രമാണോ ലക്ഷ്യം? അതോ ധർമ്മത്തിനനുസരിച്ച് പ്രജകളെ മുഴുവൻ പരിപാലിക്കുന്നത് കൂടി ഒരു ക്ഷത്രിയന്റെ ധർമ്മമാണോ? നീ സമാധാനം എന്ന് മാത്രം പറഞ്ഞിരുന്നാൽ പറ്റില്ല. നീ രാജാവാണ്. നിന്റെ രാജ്യത്തിൽ ദുഷ്ടന്മാരുണ്ടെങ്കിൽ ദുഷ്ടന്മാരോട് വെട്ടാൻ വരുന്ന പോത്തിനോട് വേദമോതുക എന്ന് പറയാറുണ്ട്. അത് നടക്കില്ല. ദുഷ്ടന്മാരെ ആ നിലയ്ക്ക് തന്നെ കാണണം. ശിഷ്ടന്മാരെ പോഷിപ്പിച്ചോളൂ, ദുഷ്ടന്മാരെ പോഷിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിനക്ക് ശാന്തി, സമാധാനം. നമ്മൾ വയ്യാവലിക്ക് പോകരുത് എന്നൊരു തോന്നലാണ്. ആ തോന്നൽ മാത്രം വെച്ചുകൊണ്ട് നീ കഴിയുകയാണെങ്കിൽ വേദങ്ങളെ അക്ഷരങ്ങൾ മാത്രം ഉരുവിട്ട് കഴിയുന്ന ഏറ്റുചൊല്ലുന്ന ചില പണ്ഡിതന്മാരെ പോലെയാവും. അനുവാകഹതാ ബുദ്ധി ധർമ്മമേവൈകമീക്ഷതേ അംഗാവേക്ഷസ്വധർമ്മം ത്വം യഥാ സൃഷ്ടസ്വയംഭുവ ബാഹുഭ്യാം ക്ഷത്രിയാ സൃഷ്ടാഃ ബാഹുവീര്യോപജീവിനഃ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ കൂട്ടരത്? എനിക്കൊരാൾ എഴുത്തെഴുതിയിരിക്കുക, സ്വാമിജി കേൾക്കുന്നുണ്ടോ കൂട്ടരെ എന്ന് പറയുന്നുണ്ടല്ലോ. ഇത് കേട്ട് തോറ്റു കഴിഞ്ഞു. ഞാൻ അങ്ങോർക്കൊരു എഴുത്തെഴുതി. എന്താ നിങ്ങൾക്കിതിൽ കൂട്ടരെ എന്നുള്ള വാക്കിനാണോ സംശയം? ഞാൻ ചോദിച്ചു, ഈ കൂട്ടരെ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ഞാൻ ചോദിച്ചു, സാധാരണ
ഞാൻ വാക്കുകളുടെ പിന്നാലെയൊക്കെ പോകുന്ന ആളാ. ഒരു വാക്ക് എവിടെ നിന്നുണ്ടായി, എന്താ അതിൻ്റെ ഉദ്ഭവം, അതിൻ്റെ പിന്നാലെ എന്തെങ്കിലും ഉണ്ടോ, ഇങ്ങനെ ആലോചിച്ച് എറ്റിമോളജിയൊക്കെ കുറച്ച് ചിന്തിക്കുന്ന ആളാണ്. വാസ്തവത്തിൽ നമ്മുടെ മലയാളത്തിലുള്ള ഡിക്ഷണറി ഉണ്ടല്ലോ, ഇതൊക്കെ വളരെ അപര്യാപ്തമാണ്. നമുക്ക് പല വാക്കുകളും ഉണ്ട്. ഈ വാക്കുകൾ എവിടുന്നുണ്ടായി എന്ന് നമുക്കറിയില്ല. സാധാരണ നമ്മൾ ക്ഷേത്രം വളരെ ദിവ്യമായ ഒരു സ്ഥലമാണ്. അവിടെ പോയി നമ്മൾ സമർപ്പണങ്ങൾ പലതും നടത്താറുണ്ട്. ഞാൻ ഇതിനെപ്പറ്റി മുമ്പും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കുറേ ആൾക്കാരൊക്കെ പുതിയതായി പ്രേക്ഷകരുണ്ടാവുമല്ലോ, അവർക്ക് അറിയണം. പിന്നെ നിങ്ങൾ കേട്ടാലും മറന്നു കളി, അങ്ങനെയാണല്ലോ. ഒരിക്കൽ പറഞ്ഞത് കേട്ട് ജീവിതം മുഴുവനും അനുഷ്ഠിച്ച് ബാക്കിയുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന പ്രേക്ഷകന്മാർ എത്രയുണ്ട് ഈ ഭൂമാനന്ദ സ്വാമിജിക്ക് മുമ്പിൽ. എന്നെ ഒന്ന് എഴുതി അറിയിക്കോ, സ്വാമിജി പറയണത് ഒരിക്കൽ കേട്ടാൽ മതി, ആജീവനാന്തം എനിക്ക് നിന്നോളും എന്ന് പറയാൻ ഉണ്ടെങ്കിൽ എനിക്ക് വളരെ സന്തോഷം. അങ്ങനെയല്ല, ആവർത്തിച്ച് മനനം ചെയ്യണം. സന്യാസിമാരെങ്ങനെയാ ചാതുർമാസ്യം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ ആ കാലത്ത് പ്രസ്ഥാനത്രയം ഒരാവർത്തിയെങ്കിലും പൂർണ്ണമായി വായിച്ച് ശിഷ്യന്മാരോടുകൂടി ചർച്ച ചെയ്ത് കഴിയുന്നവരാ. 30 ചാതുർമാസ്യം കഴിഞ്ഞാലും 31ാമത്തെ കൊല്ലവും അവരതുപോലെ ചെയ്യും. ഇതൊക്കെ കൂടുതൽ മനനം ചെയ്യേണ്ടതാ. ഭഗവാന്റെ നാമങ്ങൾ ഒരിക്കൽ ജപിച്ച് ജീവിതത്തിന് മുഴുവനായി എന്ന് പറയാൻ പറ്റുമോ? ഒരൊറ്റ ഊണുകൊണ്ട് ജീവിതം മുഴുവനും നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഒരു ഉടുപ്പ് കൊണ്ട് എല്ലാ ദിക്കിലും കഴിഞ്ഞുകൂടാൻ പറ്റുമോ? നഖം ഒരിക്കൽ മുറിച്ചു മതിയോ ജീവിതത്തിന് മുഴുവനും? ആവർത്തിച്ച് ചെയ്യേണ്ടതാണ് ലോകത്തിൽ പലതും. അതുപോലെ ഈ കാര്യങ്ങൾ പലപ്പോഴും കേൾക്കണം. അങ്ങനെ വിശേഷപ്പെട്ട ഒരു സമർപ്പണമാ പേരോ വഴിപാട് എന്നാ. അങ്ങനെ വഴിപാട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിൽ അതിനെപ്പറ്റി ഒരു ഹീനബുദ്ധിയാ. ഞാനൊരു ശാന്തിക്കാരനോട് സംസാരിക്കുകയുണ്ടായി, നമ്മുടെ ക്ഷേത്രത്തിൽ തന്നെ. ഈ പായസത്തിൽ കല്ല് കടിക്കുന്നുണ്ടല്ലോ, ആ ശർക്കര ഒന്ന് അരിച്ചുകൂടെ സ്വാമിജി, അതൊക്കെ വഴിപാടല്ലേ? പായസം വെച്ച് കൊടുക്കണത് വഴിപാടാ. അവിടെ കല്ല് ഭക്ഷിക്കണില്ല വിഗ്രഹം, അത് കൊടുക്കണതോ ഭക്തന്മാർക്കാണ്. അവരുടെ പല്ലും കല്ലും കൂടി യോജിക്കില്ല. കല്ല് കടിക്കാനുള്ളതല്ല നമ്മുടെ പല്ല്, ഒരാളുടെ പല്ലും കല്ല് കടിക്കാനുള്ളതല്ല. കല്ലല്ലാത്തതൊക്കെ കടിക്കാം. മരവും കൂടി കടിച്ചാൽ ഉപദ്രവമില്ല, കല്ല് കടിക്കാൻ നമുക്ക് പറ്റില്ല. കുപ്പിച്ചില്ലൊക്കെ എങ്ങനെയാ കടിക്കുക, കാഠിന്യമുള്ളത്. അപ്പം അങ്ങോട്ട് പറയുക വഴിപാട് എന്ന് പറഞ്ഞാൽ എന്തും കൊടുക്കാം ഭഗവാനെന്ന്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എന്തെങ്കിലും ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുക്കണുണ്ടെങ്കിൽ അത് പ്രത്യേകമായ ഒരു സഞ്ചിയിലോ പാത്രത്തിലോ മേടിച്ച് പകുതി വീട്ടിലേക്കും പകുതി ദൈവത്തിനും എന്ന് പറഞ്ഞ് മേടിക്കരുത്. ദൈവത്തിന് കൊടുക്കാനുള്ളത് പ്രത്യേകിച്ച് മേടിക്കുക. നിലത്ത് പോലും വയ്ക്കാതെ കൊണ്ടുവരിക. വളരെ ഭദ്രമായി വെടുപ്പാക്കി സൂക്ഷിച്ച് കൊണ്ടങ്ങോട്ട് കൊടുക്കണം. അപ്പോളേ ആ ഭക്തി, തദഹം ഭക്തിയുപഹൃതം എന്നാ പറഞ്ഞിരിക്കണം കൃഷ്ണൻ ഗീതയിൽ. ആ ഭക്തിയാണ് അതിനുള്ള ഉപഹാരം. കൊടുക്കുന്ന സാധനം അതിനൊരു മാധ്യമം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ വഴിപാട് എന്ന് പറഞ്ഞാൽ എന്തും ആവാമെന്ന്. അതിൽ മുള്ളും കല്ലും ഞെട്ടിയും കൊത്തും ഒക്കെ ആവാമെന്നുള്ളതാ. അങ്ങനെ വഴിപാട് അതല്ല. അപ്പം ഞാൻ ആലോചിച്ചു, എന്താ ഈ വഴിപാട്? അത് വഴിപാടല്ല, വഴിപാടാ. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് എന്താ, വഴി നടക്കാനുള്ളതാ. ആരാരെല്ലാം നടന്നോ വാഹനങ്ങളടക്കം, ആ വഴിയിൽ നമ്മുടെ ഒരു പാടുണ്ടാവും. നടന്ന ആ വടു അതിലുണ്ടാവും. അപ്പം നടക്കുന്ന ആളുടെ വടു അതിലില്ലാതെ പറ്റില്ലല്ലോ. അപ്പം എല്ലാവരും നടക്കുന്ന സ്ഥലത്ത് എല്ലാവരും പാടുണ്ടാക്കിക്കൊണ്ടാണ് നടക്കുന്നത്. ഒരൊറ്റ ആളുടെ പാടും അതിൽ തിരിച്ചറിയാൻ പറ്റില്ല. പാടവിടെയുണ്ട്, കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുപോലെ ഭഗവാന് കൊടുക്കുന്ന സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളാണ് കൊടുത്തതെന്ന് പോലും അറിയരുതെന്ന് ഉദ്ധവന് പറഞ്ഞു കൊടുത്ത ഉപദേശത്തിന് ഞാൻ പറയണ്ടായി. ഒരു വിളക്ക് ഭഗവാന് നമ്മൾ സമർപ്പിച്ചു എന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്ത വിളക്കാണ് എന്ന് പറഞ്ഞ് അത് നോക്കരുതെന്നാണ് കൃഷ്ണൻ പറയുന്നത്. ദീപാവലോകനം, അത് നോക്കിയാൽ ആ കൊടുത്തതിന് വിലയില്ല. കൊടുത്തു സമർപ്പണമാണ്, ഭഗവാനാ സമർപ്പിച്ചിരിക്കുന്നത്. ആ ഭഗവാന് സമർപ്പിച്ചതിൻ്റെ പിന്നിൽ എൻ്റെ ആണെന്ന് പറഞ്ഞ് നിങ്ങൾ നോക്കരുതെന്ന്. ചിലരൊക്കെ പറയും, ഞാൻ വഴിപാട് കൊടുത്തിട്ടുണ്ട്, എല്ലാ ദിവസവും ചാർത്താൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ദിവസവും ചാർത്താൻ പറ്റുമോ പറ്റില്ല എന്ന് നിങ്ങളാണ് നിശ്ചയിക്കാൻ. അതിനുള്ള അധികാരികളും മാനേജ്മെൻറ്റും ഉണ്ട്, അവരാണ് നിശ്ചയിക്കാൻ. നിങ്ങൾ കൊടുത്ത സാധനം എല്ലാ ദിവസവും ചാർത്താൻ പറ്റുമോ? ഒരു വലിയ മാല, രത്നമാല കൊണ്ടു കൊടുത്തു, വലിയ വില പിടിച്ചതാ. അത് എന്നും ചാർത്തണമെങ്കിൽ എന്നും സൂക്ഷിക്കണമല്ലോ. എപ്പോഴാണ് അത് അവിടുന്ന് കളവ് പോവാന്ന് അറിയാൻ പറ്റുമോ? കളവ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിലാണല്ലോ, അത് എല്ലാവരുടെ ഉള്ളിൽ നുഴഞ്ഞു കയറാമല്ലോ. ഒരേ സാധനം ആവർത്തിച്ച് കാണുമ്പോൾ അതൊന്ന് ഒരു രത്നം എടുത്ത് മാറ്റിയപ്പോൾ ആരും അറിയില്ല, ദിവസേന തരണതല്ലേന്നായി. എല്ലാ ദിവസവും ചാർത്താൻ കൊടുക്കുമ്പോൾ നിഷ്കർഷ മാനേജ്മെൻറ്റിന് അത്രയും ഉണ്ടായി എന്ന് വരില്ല.
അപ്പോൾ അങ്ങനെയൊന്നും വിചാരിക്കരുത്. നിങ്ങൾ കൊടുക്കാനുള്ളത് അങ്ങോട്ട് കൊടുക്കുക. കൊടുക്കുന്നതോടുകൂടി നമ്മുടെ സമർപ്പണം മുഴുവനായി. അതുപോലെയാണ് ഈ വഴിപാട് എന്ന്. ഇങ്ങനെ ഒരു വാക്ക് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. കേരളീയരെയും മലയാളക്കാരെയും എത്ര സ്തുതിച്ചാലും പോരാ. ഭഗവാന് കൊടുക്കുന്നത് മുഴുവനും ദിവ്യ സമർപ്പണങ്ങളൊക്കെ വഴിയിൽ നാം രചിക്കുന്ന പാടുപോലെയാണ്. കൊടുക്കുക, മിണ്ടാതെ ഇരിക്കുക, മിണ്ടരുത്. അതുപോലെ കൂട്ടരെ എന്ന് പറഞ്ഞാൽ എന്താ? സംഗച്ഛധ്വം സംവദധ്വം. ഋഗ്വേദത്തിലുള്ള ഐകമത്യ സൂക്താണ്. ഞങ്ങൾ ഒരുമിച്ച് നടക്കുമാറാകട്ടെ, ഒരുമിച്ച് സംസാരിക്കുമാറാകട്ടെ, ഞങ്ങളുടെ മനസ്സിലുള്ള ചിന്തകൾ സമാനമായി തീരട്ടെ എന്നൊക്കെയാണ്. ഇതാണ് നമുക്ക് ആവശ്യം. മനുഷ്യ സമാജം ജീവിക്കണമെങ്കിൽ അതിലൊരു യോജിപ്പും ഒരു സംയുക്തതയും ഒരു കൂട്ടായ്മയും വേണം. അപ്പം ഞാൻ കൂട്ടരേന്നങ്ങോട്ട് പറഞ്ഞപ്പോൾ സ്വാഭാവികമായി എൻ്റെ മനസ്സിൽ വന്നതാണ്. ഞാനിങ്ങനെ പറയണു, 3.5 കൊല്ലം കഴിഞ്ഞു. ഇപ്പോഴും പലരും ഇവിടെ വന്നിട്ട് പറയണത്, സ്വാമിജി എങ്ങാനും വിദ്യുത് ശക്തിയോ മറ്റോ തകരാറിലായി ഒരു ദിവസം സ്വാമിജി സംസാരിക്കുന്നത് കേട്ടില്ല എന്ന് വന്നാൽ വലിയ ഒരു നഷ്ടവും ഒരു തപ്പലും ആയി. അപ്പം അനവധി ആൾക്കാരിത് കേൾക്കുന്നവരുണ്ടല്ലോ, ഇത് കേൾക്കുന്നവർ അനവധി ആൾക്കാരുണ്ടല്ലോ. ആ കേൾക്കുന്നവര് എൻ്റെ കൂടെ നിൽക്കുന്നവരോ പ്രവക്താവിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പ്രേക്ഷക വൃന്ദല്ലേ. അപ്പം ഞാൻ നിങ്ങളെ എന്താ പറയുക? ശ്രോതാക്കളെ, പ്രേക്ഷകരെ എന്ന് ചിലപ്പോൾ പറയാറുണ്ട്. അപ്പം എനിക്ക് തോന്നി കൂട്ടരെ എന്നങ്ങോട്ട് പറഞ്ഞാൽ കൂടെ നിൽക്കേണ്ടവരാണ്. കൂടെ ഉണ്ടോയെന്ന് നിങ്ങൾ ആലോചിച്ചോളൂ. സ്വാമിജി ഇങ്ങനെ പറഞ്ഞു പോണു, ഞങ്ങൾ സ്വാമിജിയുടെ കൂടെ ഉണ്ടോ അതോ പിന്നാക്കമായോ, കണ്ണെങ്ങാനും മൂടിപ്പോയോ, ഏതെങ്കിലും വാക്ക് വിട്ടുകളഞ്ഞോ എന്നൊക്കെ നോക്കണം. അപ്പം ഞാൻ അങ്ങോട്ടൊരു എഴുത്തെഴുതി. ഈ കൂട്ടരെ എന്നുള്ള അഭിസംബോധനയിൽ വലിയൊരു അർത്ഥമാണ്. പ്രത്യേകിച്ചും നിങ്ങൾ എഴുത്തെഴുതിയപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കി, ഇതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. പലരും ഇവിടെ വന്ന് പറയണത്, സ്വാമിജി ഈ ഒരു വാക്ക് പറയുമ്പോൾ ഞങ്ങളുടെ തന്നെ ഒരു പൂർവികൻ, ഒരു മുത്തശ്ശൻ വന്ന് ഞങ്ങളോട് ഉപദേശിക്കണമായിരിക്കാം തോന്നണത്. എങ്ങാനും കുറച്ചൊന്ന് അശ്രദ്ധ വന്നാൽ അതൊക്കെ പോയി ഞങ്ങൾ അങ്ങനെ കുടഞ്ഞിരിക്കുകയെന്ന്. അപ്പം ഇനി അങ്ങനെ പറയുന്ന കൂട്ടർ കുറേ അധികമുണ്ട്. ഈ എഴുത്ത് എഴുതിയ പോലെ ഒരാളെ അങ്ങനെ എഴുതി കാണുന്നുള്ളൂ. അപ്പം ഞാൻ എന്താ വേണ്ടേ? പറയണോ പറയണ്ടോ എനിക്ക് തന്നെ അറിയില്ല, നിങ്ങൾ തന്നെ തീരുമാനിക്കും. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ പറയണു, കുന്തിദേവിയുടെ അടുത്ത് പോയി കൃഷ്ണൻ സംസാരിച്ചു എന്ന്. ഇതെന്തിനാ ഞാൻ നിങ്ങളോട് പറയണത്? കുന്തിദേവിയെപ്പോലെ വേണം സ്ത്രീജനങ്ങൾ ഇവിടെ എല്ലാവരും ചിന്തിക്കാൻ. തൻ്റെ സന്താനങ്ങളെക്കുറിച്ച്, അവരുടെ പെരുമാറ്റത്തെക്കുറിച്ച്, അവരുടെ ശരിയായിട്ടുള്ള പക്ഷം അങ്ങോട്ട് വരുന്ന സമയത്ത് ന്യായമെന്ത്, സത്യമെന്ത്, സമാജക്ഷേമമെന്ത്, യുക്തിസഹമായിട്ടുള്ളതെന്ത്, ശാസ്ത്രം സമ്മതിക്കുന്നത് എന്ത് എന്ന് വിചാരിച്ച് അമ്മയുടെ മനസ്സ് തെളിയണം, ഉറച്ചു നിൽക്കണം. കുന്തിദേവി പറയണത് കേൾക്കൂ. ഇതെന്തിനാ വ്യാസദേവൻ എഴുതി വച്ചിരിക്കണത്? എല്ലാ അമ്മമാരുടെ മനസ്സിനെയും ഉള്ളിൽ കടന്നു ചെന്ന് അടിച്ച് വെടുപ്പാക്കി അതിൽ ആശയത്തെളിച്ചം പ്രദാനം ചെയ്ത് അവർക്ക് ഉറച്ച നിലപാട്, സ്ഥിരബുദ്ധിയോടുകൂടി സ്ഥിതപ്രജ്ഞന്മാരായി ജീവിക്കാനാണ്. അല്ലെങ്കിൽ ഇത് എഴുതേണ്ട ആവശ്യമില്ല. എത്രയോ കൊല്ലം മുൻപ് എഴുതിയതാണ് ഒരു ഭൂമാനന്ദ സ്വാമിജി നിങ്ങളോട് പറയുന്നത്. ആ ഞാൻ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കിക്കോളൂ, ഈ കണ്ട കാലം അത്രയും നമ്മുടെ മുൻ തലമുറക്കാർ ഈ ഗ്രന്ഥത്തെയും ഈ ശാസ്ത്രത്തെയും അതിലുള്ള സന്ദേശങ്ങളെയും നിങ്ങൾ മുലയൂട്ടി കുട്ടികളെ വളർത്തിയേക്കാൾ ഒക്കെ വിശേഷമായിട്ട് നിങ്ങൾ എത്ര കാലം മുലയൂട്ടും? എത്ര കാലം ഊട്ടുക? പരമാവധി 1.5 കൊല്ലം 2 കൊല്ലം. ഇന്നത്തെ കാലത്ത് 6 മാസമേ ഉള്ളൂ. അതോടുകൂടി നിങ്ങളുടെ മുലയൂട്ടൽ നടക്കും. കുറച്ച് കാലം കഴിഞ്ഞാൽ കുട്ടികൾ സ്വന്തമായി പോയി. ഞങ്ങളൊക്കെ ഇത് പറഞ്ഞു നടക്കുന്നത്, ഇപ്പം ഞാനാണെങ്കിൽ 57 കൊല്ലമായി ഈ സംഗതി പറഞ്ഞു നടക്കണു ജനങ്ങൾക്ക് വേണ്ടി. ഏത് ഊട്ടല? ഞങ്ങൾ ജ്ഞാനമാണ് ഊട്ടുന്നത്, ജ്ഞാനപ്പാല്. അപ്പം ഞങ്ങൾക്ക് അതിലുള്ള നിഷ്കർഷം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഭഗവത്ഗീത പറയണു, ഒരു മഹാഭാരതം പറയണു, ഒരു ശ്രീമദ് ഭാഗവതം പറയണു, ജനങ്ങളെ കേൾപ്പിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള മനോവൃത്തി, ആ ആത്മനിർബന്ധം എത്രത്തോളമുണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അംഗാവേക്ഷസ്വധർമ്മം ത്വം യഥാ സൃഷ്ടസ്വയം ഭുവ ബാഹുഭ്യാം ക്ഷത്രിയാ സൃഷ്ടാഃ ബാഹുവീര്യോപജീവിനഃ. ആ അമ്മയുടെ വാക്ക് അതിന് വലിയ ശക്തിയാ. നിങ്ങൾ ആരും യുദ്ധം ചെയ്യാൻ പോണില്ല. യുദ്ധം അത്യാവശ്യം മിലിറ്ററിയിൽ ചേർന്ന കുട്ടികളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാം. എന്നാലും നിങ്ങൾ അമ്മ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. മക്കൾക്ക് എല്ലാവർക്കും എപ്പോഴും ഓർമ്മ വയ്ക്കാവുന്ന തരത്തിൽ എന്തെങ്കിലും ചില ഉപദേശവാക്കുകൾ അമ്മയാണെങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കണം. അമ്മ എന്നോടിത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മറക്കാൻ പറ്റില്ല, എക്കാലത്തും എൻ്റെ മനസ്സിലത് നിൽക്കും.
എന്നുള്ളൊരു തോന്നലുണ്ടാവത്തക്ക വിധത്തിൽ നിങ്ങൾ എന്തെങ്കിലും കുട്ടികൾക്ക് കൊടുക്കൂ. നിങ്ങൾ ചോറും കറിയും ഓണോ ഒക്കെ വെച്ച് വളർത്തി അങ്ങോട്ട് കൊടുത്തതുകൊണ്ടായില്ലേ, അത് ശരീരത്തിനേ ആയുള്ളൂ. മനസ്സിനുള്ള ആഹാരം, ബുദ്ധിക്കുള്ള ആഹാരം, അങ്ങനെയുള്ളത് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കൂ. അതാണ് വേദവ്യാസർ ഇവിടെ ഓതിത്തരുന്നത്. നല്ല പോലെ മനസ്സിലാക്കൂ യുധിഷ്ഠിര. അംഗാവേക്ഷസ്വധർമ്മം ത്വം യഥാ സൃഷ്ട സ്വയംഭുവ ബാഹുഭ്യാം ക്ഷത്രിയാ സൃഷ്ടാഃ ബാഹുവീര്യോപജീവിനഃ. ക്ഷത്രിയന്മാർ എന്ന് പറഞ്ഞാൽ എന്താ? വിരാട് പുരുഷന്റെ കയ്യിൽ നിന്ന് ജനിച്ചവരാണ് ക്ഷത്രിയന്മാർ. തലയിൽ നിന്നുള്ളവരാണ് ബ്രാഹ്മണര്, പാദങ്ങളിൽ നിന്നുള്ളവരാണ് ശൂദ്രന്മാര്, വൈശ്യന്മാര് അപ്പുറത്ത് ജനിച്ചവരാണ് മധ്യത്തിൽ നിന്ന് എന്നൊക്കെ പറയണമല്ലോ. അവിടെ ബാഹുഭ്യാം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ക്ഷത്രിയാഹ സൃഷ്ടാഹ. അവര് കയ്യ് ഹസ്തബലം കൊണ്ട് വേണം ജീവിക്കാനും അവരുടെ ജീവിതം വേണ്ടതുപോലെ വിനിയോഗിക്കാനും. പഴയ കാലത്തൊക്കെ അമ്പും വില്ലുമാണ് ഏറ്റവും വലുത്. വാളും പരിചയമാണ് അവർ കൊണ്ടു നടക്കുക. കയ്യ് വേണം അതുകൊണ്ട് പ്രയോഗിക്കാൻ. കാലുകൊണ്ട് ചവിട്ടി നിന്നിട്ട് വേണം, ഊന്നി നിന്നിട്ട് വേണം പ്രയോഗിക്കാൻ എന്നുള്ളത് ഇരിക്കട്ടെ. അപ്പോൾ അത് പറയുകയാണ്, ത്വം യഥാസൃഷ്ട സ്വയംഭുവ. സ്വയംഭൂ ഉണ്ടല്ലോ ബ്രഹ്മാവ്, ആ ബ്രഹ്മാവ് സൃഷ്ടിച്ചത് എങ്ങനെയാ? ബാഹുഭ്യാം ക്ഷത്രിയാ സൃഷ്ടാ. കേൾക്കുന്നുണ്ടോ കൂട്ടരെ നിങ്ങൾ? ബാഹുഭ്യാം, കയ്യിൽ നിന്നാണ് ക്ഷത്രിയന്മാരെ സൃഷ്ടിച്ചത്. ബാഹു വീര്യോപജീവിനഃ. അവര് ബാഹുബലം, ബാഹുവീര്യം കൊണ്ട് വേണം ജീവിക്കാൻ. ഒരു ക്ഷത്രിയനായിട്ട് ജനിച്ചാൽ അവൻ്റെ കയ്യ്, മെയ്യും കയ്യുമാണ് അവന് പ്രമാണം. അതിൻ്റെ തഴക്കം, അതിൻ്റെ പഴക്കം, അതിന് നേടിയെടുക്കാവുന്ന അസ്ത്രശസ്ത്ര വിദ്യ, അങ്ങനെയുള്ളത് മുഴുവനും വേണം ഒരു ക്ഷത്രിയന്റെ ശരീരത്തിൽ നിന്നോ ജീവിതത്തിൽ നിന്നോ പുറത്തു വരാൻ. ദണ്ഡനീത്യാം യഥാ രാജ സമ്യക് കാസ്നേന വർത്തതേ തഥാ കൃതയുഗം നാമ കാലശ്രേഷ്ഠ പ്രവർത്തതേ. ദണ്ഡനീത്യാം യഥാ രാജ സമ്യക് കാസ്നേന വർത്തതേ. മഹാരാജാവ് സിംഹാസനത്തിൽ ഇരിക്കുന്നവനാണെങ്കിൽ ആ സിംഹാസനത്തിനുള്ള ഒരു പരമാധികാരം, ഒരു പരമദൗത്യം, ഒരു പരമകർത്തവ്യമുണ്ട്. എന്ത്? എൻ്റെ രാജ്യത്തിൽ ഒരൊറ്റ ആളെ ഞാൻ തെറ്റ് ചെയ്യാൻ അനുവദിക്കില്ല എന്ന്. അത് രാജാവിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. രാജാവിൻ്റെ മകനോ രാജ്ഞിക്കോ പറയാൻ പറ്റില്ല. നമ്മളെല്ലാവരും കൂടി ഒരു രാജാവിനെ ഒന്നുകിൽ നാം ഇരുത്തി സിംഹാസനത്തിൽ, അതല്ലാന്നുണ്ടെങ്കിൽ സിംഹാസനത്തിൽ പരമ്പരാഗതമായി വന്നു ചേർന്നവനെ നാം അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം വേണ്ടതുപോലെ ഭദ്രമാക്കാനും ആ ഭദ്രതയ്ക്ക് വേണ്ടി എന്തെല്ലാം ദണ്ഡനീതി, ശിക്ഷനീതി നടത്താനുണ്ടോ അത് നടത്താനുമുള്ള അധികാരമുണ്ട്, ചുമതലയും കർത്തവ്യവുമുണ്ട്. അധികാരം പോലെയാണ് കർത്തവ്യം. അപ്പോൾ ദണ്ഡനീത്യാം യഥാ രാജ സമ്യക് കാർഷ്ണേന വർത്തതേ. ദണ്ഡനീതി മുഴുവനും ആരെന്ത് തെറ്റ് ചെയ്താലും രാജാവിൻ്റെ കണ്ണും കയ്യും കാലും അവിടെ എത്തണം. ഒന്നിലോ രാജാവ് അങ്ങോട്ട് ചെല്ലണം, അല്ലെങ്കിൽ ആളെ രാജാവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരണം. നമ്മുടെ ശക്തൻ തമ്പുരാന്റെ കാലത്ത് പറയും, പിറന്നാളിന് സദ്യ ഉണ്ടാക്കി അമ്മ തയ്യാറായിരുന്നു അത്രേ. ശക്തൻ തമ്പുരാൻ വന്നില്ല, നേരം വൈകി. എന്താ ഉണ്ണി നേരം വൈകിയത് ചോദിച്ചപ്പോൾ ഒരാളെ കൊല്ലാനുണ്ടായിരുന്നു എന്നാത്രേ പറഞ്ഞത് ശക്തൻ തമ്പുരാൻ. രാജാവിന് അങ്ങനെയാണേ. തൻ്റെ പിറന്നാളൊന്നും അവിടെ ഇന്ന് ഞാൻ പിറന്നാൾ ആഘോഷിക്കാൻ സമാധാനമായിട്ടിരിക്കാം, എന്നോട് ആരും ഒന്നും മിണ്ടരുതെന്നൊന്നും പറയാൻ പറ്റില്ല. എവിടെ അപകടം ഉണ്ടായോ അവിടെ കുതിച്ചെത്തണം, പക്ഷി പറക്കുന്ന മാതിരി ചെല്ലണം. അങ്ങനെ 4 സ്ഥലത്ത് പോയി എന്നുണ്ടെങ്കിൽ പ്രജകൾ മുഴുവൻ മനസ്സിലാക്കി ആ സിഗ്നൽ കിട്ടി, അനങ്ങില്ല. ഒരു പോക്കറ്റ് അടിയും ഉണ്ടാവില്ല, ഒരു ബലാത്സംഗം ഉണ്ടാവില്ല. അവിടെ ഒരൊറ്റ രാജാവാണേ. ആ രാജാവ് വിളിച്ചു, ഡോ താൻ ചെയ്തോ? അയാൾ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്ന് പറയും, ചെയ്താൽ ചെയ്തു എന്ന് തന്നെ സമ്മതിക്കേണ്ടി വരും. അതാണ് ആ രാജാവിൻ്റെ തലയ്ക്കും കണ്ണിനുമുള്ള വിശേഷം. അപ്പൊ രാജാവ് എന്ന് പറഞ്ഞാൽ ദണ്ഡനീതി അത് നടപ്പിലാക്കുന്നവനാ. ദണ്ഡനീത്യാം യഥാ രാജ സമ്യക് കാസ്നേന വർത്തതേ തഥാ കൃതയുഗം നാമ കാലഃ ശ്രേഷ്ഠ പ്രവർത്തതേ. രാജാവ് സിംഹാസനത്തിലിരുന്ന് ഒരൊറ്റ പ്രജകളും ചോദിക്കില്ല എന്തേ ഇങ്ങനെ ചെയ്തതെന്ന്. പക്ഷെ ആ നടത്തിയതിൽ വല്ല തെറ്റും വന്നു, കണ്ണകിയുടെ ഭർത്താവ് കോവലനെ അറിയാതെ കൊന്നുപോയില്ലോ, അങ്ങനെ വല്ല തെറ്റും വന്നാൽ രാജാവിന് നിക്കക്കള്ളിയില്ല, അവർക്ക് ആത്മഹത്യ വരെ ചെയ്യേണ്ടി വരും. അവിടെയാണ് രാജാവിൻ്റെ തപസ്സും രാജാവിൻ്റെ ആ വ്യക്തിപ്രഭാവവും. കറതീർന്ന സ്വഭാവം വേണം.
ജനങ്ങളോട് കലവറയില്ലാത്ത സ്നേഹം വേണം. സിംഹാസനത്തിനോട് അങ്ങേയറ്റത്തെ കൂറും കടപ്പാടും വേണം. പൂർവികരോട് വലിയ ആശ്രയബുദ്ധി നമുക്കുണ്ടാവണം. എൻ്റെ ബുദ്ധി ഒരു കാലത്തും പിഴയ്ക്കരുതേ, പക്ഷം പിടിക്കരുതേ, ഞാൻ നിഷ്പക്ഷമായി ചിന്തിക്കണം, വേണ്ട നടപടി ഉടനടി ചെയ്യണം എന്ന് പറഞ്ഞ് അതിനുള്ള തപസ്സും കാര്യങ്ങളും. നമ്മുടെ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം ഉണ്ടല്ലോ, ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഓരോ ദിവസവും രാജാവ് പോയി തൊഴുതാലേ പറ്റൂ. പത്മനാഭസ്വാമിയുടെ ദാസനായിട്ടാണ് അദ്ദേഹം രാജ്യം ഭരിച്ചു കൊണ്ടിരുന്നത്. ആ കൂറ് ആ രാജാക്കന്മാർ ഒരു മാതിരിയൊക്കെ നിലനിർത്തി പോന്നിട്ടുണ്ട്. എങ്ങാനും ഒരു ദിവസം പോയില്ല എന്നുണ്ടെങ്കിലോ പിറ്റേ ദിവസം ഒരു സ്വർണ്ണക്കുടം കാഴ്ചവെക്കണം, ഒരു ശിക്ഷയാത്. അങ്ങനെ കാഴ്ചവെച്ച സ്വർണ്ണക്കുടങ്ങൾ കുറേ ഉണ്ട് അവിടുത്തെ കലവറയിൽ. അതെങ്ങനെ വന്നു? ആ രാജാക്കന്മാരുടെ കൂറും കടപ്പാടും. നോക്കൂ, രാജാവിന് അങ്ങനെയുള്ള ഒരു അമാനുഷ പ്രഭാവം വേണം. അത് എവിടുന്ന് വരും? തപസ്സിൽ നിന്ന് വരും, കൂറിൽ നിന്ന് വരും. ശ്രീരാമൻ സീതയെ ഉപേക്ഷിക്കുന്നതിന് മുൻപ് പറയാണ്, രാജർഷി വംശസ്യ രവിപ്രസൂതേഹ ഉപസ്ഥിത പശ്യത കീദൃശോയം മത്ത സദാചാരശുചേ കലങ്കഃ പയോദവാതാദിവദർപ്പണസ്യ. ലക്ഷ്മണനെയും കൂട്ടരെയും വിളിച്ച് പറയുകയാണ്, നിങ്ങൾ എന്നോട് ഒന്നും പറയരുതേ. സീതയെപ്പറ്റി എനിക്ക് നല്ല പോലെ അറിയാം. അഗ്നിപ്രവേശം ചെയ്തവളുമാണ്, ഗർഭവുമാണ്. ഇതൊക്കെ ആയാലും രാജർഷി വംശസ്യ രവിപ്രസൂതേ, രാജർഷി വംശത്തിൽപ്പെട്ടവനാണ് ഞാൻ. ഞങ്ങളുടെ രാജർഷി വംശം എവിടുന്ന് വന്നതാ? രവിപ്രസൂതേഹേ. നമുക്കിവിടെ സൂര്യവംശം ചന്ദ്രവംശം എന്ന് രണ്ട് രാജാക്കന്മാരാ. ഭൂമി തന്നെ സൂര്യനിൽ നിന്ന് വന്നതാ. അപ്പൊ ആ സൂര്യവംശത്തിൽ നിന്ന് വന്ന രാജർഷി വംശമാണ്, വെറും രാജാക്കന്മാരല്ല. നമ്മുടെ വംശത്തിൽ അനവധി രാജ ഋഷിമാരുണ്ടായിട്ടുണ്ട്. സിംഹാസനത്തിലിരുന്നു, രാജ്യം ഭരിച്ചു, ഭരണ നിപുണന്മാരായിരുന്നു എന്നുള്ളത് ശരി. ആ ഭരണ നൈപുണ്യം ഉള്ളതുപോലെ തന്നെ അവർക്ക് തപപ്രഭാവമുണ്ടായിരുന്നു, ആത്മജ്ഞാന വൈഭവമുണ്ടായിരുന്നു, അവർ സിദ്ധന്മാരായിരുന്നു. അവർക്ക് സിംഹാസനം വേണമെന്നൊരാഗ്രഹമോ രാജ്യത്തിൻ്റെ സ്വത്തിൻ്റെ ഒരു തുരുമ്പ് പോലുമോ അവർ പ്രതീക്ഷിച്ചിട്ടില്ല. അവർക്ക് വേണ്ട സന്തോഷവും സാഫല്യവും ആ ആത്മസാമ്രാജ്യത്തിൽ നിന്ന് വരും. പുല്ല് പോലെ അവർ കരുതിയിട്ടുള്ളൂ സിംഹാസനത്തെയും ലോകവിഭവങ്ങളെയും. അതാണ് അവരുടെ വിശേഷപ്പെട്ട പ്രഭാവം. അങ്ങനെയുള്ള രാജർഷി വംശത്തിൽ നിന്ന് ജനിച്ചു വന്നിട്ടുള്ള ഞാൻ മത്ത സദാചാരശുചേഹ കലങ്കഃ, ഞാനോ സദാചാരനിഷ്ഠനാണ്, ഏകപത്നി വ്രതമാണ്. സാധാരണ രാജാക്കന്മാർ അനവധി വിവാഹം കഴിക്കും, ഞാൻ അത്രയൊന്നും കഴിക്കുന്നില്ല, ഒരൊറ്റ ഏകപത്നി വ്രതമാണ്. പാതിവ്രത്യം എന്ന് സ്ത്രീകൾക്ക് പറയാറുണ്ട്. ഞാൻ ഏകപത്നി വ്രതക്കാരനാണ്. അങ്ങനെയുള്ള എന്നിൽ നിന്ന് ഇങ്ങനെ ഒരു കളങ്കം നമ്മുടെ സിംഹാസനത്തിന് ഏറ്റു എന്ന് പറഞ്ഞത് എനിക്ക് സഹിക്കാൻ പറ്റണില്ലപ്പാ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ഒരൊറ്റ വാക്ക് പറയരുതേ. ജ്യേഷ്ഠത്തി അമ്മയെ കൂട്ടിക്കൊണ്ടു പൊക്കോളൂ. വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ കുറേ കാലം കഴിഞ്ഞുകൂടാനാണ് എന്ന് പറഞ്ഞങ്ങോട്ട് കൊണ്ടുപോയിക്കോളൂ. അവിടെ ചെന്നതിന് ശേഷം ജ്യേഷ്ഠൻ പറഞ്ഞിട്ടുണ്ട് ഉപേക്ഷിക്കാൻ എന്ന് പറഞ്ഞ് അവിടെ വിട്ട് തിരിഞ്ഞു നോക്കാതെ മടങ്ങി വരൂ എന്നാണ് പറയുന്നത്. ഇതാണ് രാജാവ് എന്ന് പറഞ്ഞത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മുടെ മന്ത്രിമാരെ ഒന്ന് തട്ടിച്ചു നോക്കണം. ദണ്ഡനീത്യാം യഥാ രാജ സമ്യക് കാർഷ്ണേന വർത്തതേ തഥാ കൃതയുഗം നാമ. അങ്ങനെ ദണ്ഡനീതി വേണ്ടതുപോലെ നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു രാജാവ് ധർമ്മബുദ്ധിയോടുകൂടി ആ സിംഹാസനം നൽകുന്ന അധികാരവും ദൗത്യവും വേണ്ടതുപോലെ മനസ്സിലാക്കിക്കൊണ്ട് അതിന് വിധേയമായി ആത്മബലത്തോടും വിവേകത്തോടും അഹങ്കാരമില്ലാതെ നിഷ്പക്ഷമതിയായി ദണ്ഡനീതി നടപ്പാക്കുമ്പോൾ കാലശ്രേഷ്ഠ പ്രവർത്തതേ തഥാ കൃതയുഗം നാമ. അതാണത്രേ കൃതയുഗം. കൃതയുഗത്തിൻ്റെ ഡെഫിനിഷൻ കേട്ടോളൂ. നമ്മൾ കേൾക്കുന്നുണ്ട് കൃതയുഗം എന്നൊന്നുണ്ടായിരുന്നു. എപ്പോഴാത്? ഇപ്പം കലിയുഗം, ഇതിനു മുമ്പ് ദ്വാപരം, അതിനു മുമ്പ് ത്രേതായുഗം, അതിന് മുൻപൊരു കൃതയുഗം. നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ് കൃതയുഗം ഉണ്ടാക്കി തീർക്കാനുള്ള ചുമതലയും അതിനുള്ള അവസരവും. നിങ്ങളുടെ വീട് കൃതയുഗ ഗൃഹമാകുമോ എന്ന് നിങ്ങൾ നിശ്ചയിക്കും. ഓരോ വ്യക്തിയും നിശ്ചയിക്കട്ടെ, ഞാനൊരു കൃതയുഗ ജീവിയാണോ അതോ കലിയുഗ ജീവിയാണോ. തഥാ കൃതയുഗം നാമ കാലശ്രേഷ്ഠ പ്രവർത്തതേ രാജധർമാനപേക്ഷസ്വ പിതൃ പൈതാമഹോചിതാൻ നൈതത് രാജർഷിവൃത്തം ഹി യത്ര ത്വം സ്ഥാതുമിച്ഛസി. രാജധർമാൻ അപേക്ഷസ്വ
പിതൃപൈതാമഹോചിതാൻ രാജധർമ്മമവേക്ഷസ്വ. യുധിഷ്ഠിര മഹാരാജാവേ, അമ്മയ്ക്ക് പറയാനുള്ളത് ഇതാണ്. നീ രാജധർമ്മത്തെ വേണ്ടതുപോലെ നോക്കി മനസ്സിലാക്കണം. ഈ സമയത്ത് എൻ്റെ ധർമ്മം എന്താ? കൃഷ്ണ പരമാത്മാവിനെ പറഞ്ഞയച്ചു. അദ്ദേഹം മുൻപ് തന്നെ പറഞ്ഞു ദുര്യോധനൻ കേൾക്കില്ല എന്ന്. എന്നാലും ഞാൻ പോയി പറയാമെന്ന് പറഞ്ഞു. ആ കൃഷ്ണൻ പറയുന്നു, എൻ്റെ പോക്ക് കൊണ്ടും എൻ്റെ അവതരണം കൊണ്ടും ഒരു ഗുണവും ഉണ്ടായില്ല. എന്നെ പിടിച്ച് ബന്ധിക്കാനാണ് അവർ പുറപ്പെട്ടത്. അവിടെ മുതിർന്നവരൊക്കെ നമ്മളോട് സഹതാപമുള്ളവരാണ്, യോജിക്കുന്നവരാണ്. ആ ദുര്യോധനൻ ഒരൊറ്റ ഒരുത്തൻ അവിടെ പിടിവാശി കൂടി നിൽക്കുകയാണ്. അദ്ദേഹം രാജാവായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ധൃതരാഷ്ട്ര വിളിച്ചുപദേശിച്ചു, ഗാന്ധാരിയോട് ഉപദേശിക്കാൻ പറഞ്ഞു. എല്ലാവരും മാറി മാറി പറഞ്ഞു കൊടുത്തിട്ടും അവൻ്റെ ആ മൊരടത്തം മാറണില്ല എന്നുള്ള ചരിത്രമാണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ മുൻപിൽ നീ എന്തു വേണം? രാജധർമ്മമവേക്ഷസ്വ പിതൃപൈതാമഹോചിതാൻ. നിന്റെ പിതാക്കളും പ്രപിതാമഹന്മാരും എല്ലാവരും എങ്ങനെ സിംഹാസനത്തെ വേണ്ടതുപോലെ കൊണ്ടു നടന്നുവോ, പ്രജാധർമ്മം പരിപാലിച്ചുവോ, സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി ദണ്ഡനീതി വളരെ ശക്തമായി കാലോചിതമായി എല്ലാ ദിക്കിലും നടപ്പിലാക്കിയോ, അതേമാതിരി നൈതത് രാജർഷിവൃത്തം ഹി എത്രത്വം സ്ഥാതുമിച്ഛസി. അതുപോലെയുള്ളൊരു വൃത്തിയല്ല നിന്റെ മനസ്സിൽ. നീ ശാന്തി ശാന്തി, ധർമ്മം ധർമ്മം എന്ന് പറഞ്ഞ് ആ ദണ്ഡനീതി പ്രയോഗിക്കാൻ തയ്യാറാവാത്തത് ശരിയല്ല. നീ പിടിച്ചു നിൽക്കാൻ ഉദ്ദേശിക്കുന്നതല്ല. രാജർഷി ജന്മം ഒന്ന് വേറെയാണ്. അത് നല്ല പോലെ മനസ്സിലാക്കണം. നഹി വൈക്ലവ്യ സംസൃഷ്ട ആ നൃശംസ്യേ വ്യവസ്ഥിത പ്രജാപാലന സംഭൂതം ഫലം കിഞ്ചന ലബ്ധവാൻ. നഹി വൈക്ലവ്യ സംസൃഷ്ട ആ നൃശംസ്യേ വ്യവസ്ഥിത പ്രജാപാലന സംഭൂതം ഫലം കിഞ്ചന ലബ്ധവാൻ. ഒരു രാജാവിൻ്റെ മനസ്സിൽ ഒരിക്കലും വിഹ്വലതയോ വൈക്ലവ്യമോ ഉണ്ടാവരുത്. തൻ്റെ ചിന്ത വളരെ ക്ലിയറായിരിക്കണം, തെളിഞ്ഞതായിരിക്കണം. ദയവ് വളരെ വിശേഷപ്പെട്ടതാ. ആരോടാ ദയവ്? ദുഷ്ടന്മാരോട്. അവരോട് ദയവ് പറ്റുമോ? ശത്രുക്കളോട് അവരോട് ദയവ് പറ്റുമോ? ശത്രുക്കളെ കീഴടക്കിയതിന് ശേഷം അവർക്ക് വേണമെങ്കിൽ അനുഭാവത്തോടു കൂടി ഒരു ട്രീറ്റ്മെൻറ്റ്, ഒരു പെരുമാറ്റം നമുക്ക് കൊടുക്കാം. പക്ഷേ ശത്രുക്കളായി നിന്ന് പൊരുതുന്ന സമയത്ത് അവനോട് ദയവ് അതൊരിക്കലും പറ്റില്ല. അസ്ത്രത്തിന് പ്രത്യസ്ത്രം പ്രയോഗിച്ചേ പറ്റുള്ളൂ. അവൻ്റെ നീക്കത്തിന് പ്രതിനീക്കം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അപ്പം ദുഷ്ടന്മാരോട് ഒരിക്കലും ദയ പാടില്ല. നിന്റെ സ്ഥിതി എന്താ? നഹി വൈക്ലവ്യ സംസൃഷ്ട ആ നൃശംസ്യേ വ്യവസ്ഥിത. ദയവ് എന്നുള്ള പേരിൽ ഭ്രമജന്യമായിട്ടുള്ളത്, വിഹ്വലതയിൽ നിന്ന് വരുന്ന ആ ദയവുണ്ടല്ലോ, ആ ദയവിൻ്റെ പേരിൽ പ്രജാപാലന സംഭൂതം ഫലം കിഞ്ചന ലബ്ധവാൻ. ശരിയായിട്ടുള്ള ഒരു പ്രജാപാലനത്തിന് ഒരു പുണ്യഫലമുണ്ട് രാജാവിന്. ആ പുണ്യഫലം ഒരിക്കലും കിട്ടില്ല. നിന്റെ മനസ്സിൽ എന്തോ ഒരു ഭ്രമം കടന്നുകൂടിയിരിക്കുക. സഹോദരന്മാരാണ് ഇവരെ ഒരു നിലയ്ക്കും നമ്മൾ പടവരുത്, തോൽപ്പിക്കരുത്, യുദ്ധം ചെയ്യരുത്. ഞാൻ 5 വീടാണെങ്കിലും എടുത്തോളാം, 5 മുറിയാണെങ്കിലും എടുത്തോളാം എന്നിങ്ങനെ പറഞ്ഞ് വിട്ടുവീഴ്ച ചെയ്യണത് ആരോടാന്ന് മനസ്സിലാക്കൂ. ഈ ദുര്യോധനാദികൾ നിങ്ങൾ ആരും നേരിടാതെ അവരവരുടെ പാട്ടിൽ ജീവിച്ചു എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? പ്രജകൾ മുഴുവൻ അവരുടെ കീഴിലാവില്ലേ? പ്രജകൾക്ക് സദ്ഭരണം വേണമോ അതോ ദുർഭരണം വേണമോ? ഭരണഹസ്തങ്ങൾ എങ്ങനത്തതാവണം? അപ്പം ഇവിടെ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു ചോദ്യമല്ല. ഹസ്തിനപുരം വഴി നമ്മുടെ ഭാരതഭൂമിയിൽ ധർമ്മം വാഴണമോ അതോ അധർമ്മം വാഴണമോ? ഇവിടെ ഭരിക്കുന്നവർക്ക് ധർമ്മിഷ്ഠത വേണോ അതോ അധർമ്മിഷ്ഠതയാകാമോ എന്നുള്ളൊരു ചോദ്യമാണ്. അവനവൻ്റെ വ്യക്തീയമായിരിക്കുന്ന ആ പരിമിത ദൃഷ്ടിയിൽ നിന്ന് മാറി വിശാലമായ ഒരു വീക്ഷണത്തോടു കൂടി വൈക്ലവ്യമില്ലാതെ വിഹ്വലതയില്ലാതെ നീ ഈ കാര്യത്തിനെക്കുറിച്ച് ആലോചിക്കണം. അപ്പോഴേ രാജാവായുള്ളൂ, സിംഹാസനം അന്വർത്ഥമായുള്ളൂ, ഭരണം സദ്ഭരണമാകൂ. നഹി വൈക്ലവ്യ സംസൃഷ്ട ആനൃശംസ്യേ വ്യവസ്ഥിത പ്രജാപാലന സംഭൂതം ഫലം കിഞ്ചന ലബ്ധവാൻ. ഭൈക്ഷം വിപ്രതിഷിദ്ധം തേ കൃഷിർനൈവോപപദ്യത്തെ ക്ഷത്രിയോസി ക്ഷതാത്രാദ ബാഹുവീര്യോപജീവിത. ഭൈക്ഷം പ്രതിഷിദ്ധം തേ കൃഷിർനൈവോപപദ്യത്തെ. യുധിഷ്ഠിര, മഹാരാജാവായ നീ മനസ്സിലാക്കണം. എന്ത്?
ഭൈക്ഷം വിപ്രതിഷിദ്ധം തേ. നിനക്കോ നിന്റെ കുടുംബക്കാർക്കോ യാചിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല. അത് അങ്ങേയറ്റം നിഷിദ്ധമാണ്, പ്രതിഷിദ്ധമാണ്. ക്ഷത്രിയന്മാരെല്ലാവരും അവരുടെ കൈബലം കൊണ്ട് എവിടെ എന്ന് വെച്ചാൽ അവിടെ ഇരുന്ന് കാര്യങ്ങൾ നടത്തി ജീവിക്കണം. ഒരു നിലയ്ക്ക് പ്രജകളുടെ മുൻപിൽ ഈശ്വരന്റെ സ്ഥാനമാണ് അവർക്ക്. പ്രജകളുടെ ഭാഗധേയം മുഴുവനും ഉറപ്പുവരുത്തുന്നത് ക്ഷത്രിയന്മാർ, ഭരണകർത്താക്കളാണ്. സിംഹാസനത്തിന് വലിയ ശക്തിയാണ്. രാജാവിൻ്റെ കുടുംബമാണത്രേ രാജ്യം മുഴുവനും. അവരിൽ ആര് പാപം ചെയ്താലും അത് രാജാവിനെ ബാധിക്കും, ആര് പുണ്യം ചെയ്താലും അത് രാജാവിന് വന്നു ചേരും. അതുകൊണ്ട് തൻ്റെ രാജ്യത്തിൽ പുണ്യം കൂടുതലാക്കേണ്ടത് രാജാവിൻ്റെ ചുമതലയാണ്. അങ്ങനെയുള്ള ആ രാജവംശത്തിൽ ജനിച്ച് രാജാവായിരിക്കുന്ന നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ജീവിതവൃത്തിക്ക് എന്തൊക്കെയാണ്? ബ്രാഹ്മണനൊരു തരം, ക്ഷത്രിയനൊരു തരം, വൈശ്യനും ശൂദ്രനും ഒരു തരം. നിന്നെ സംബന്ധിച്ചിടത്തോളം ഭൈക്ഷം വിപ്രതിഷിദ്ധം തേ. ഭിക്ഷയെടുത്ത് ജീവിക്കുക ഒരിക്കലും ശരിയല്ല. കൃഷിർ നൈവോപപദ്യതേ. ഇനി കൃഷി ചെയ്ത് കഴിഞ്ഞുകൂടാം എന്ന് വിചാരിച്ചാലും അതും ക്ഷത്രിയന് യോജിച്ചതല്ല, വിധിച്ചിട്ടില്ല. എൻ്റെ സ്ഥിതി എന്താപ്പോ? ഞാൻ നിങ്ങളുടെ കൂടെ അല്ല കഴിയണം, വിതുരൻ്റെ കൂട്ടത്തിലാണ്. ഈ വിതുരൻ വാസ്തവത്തിൽ ഏത് പക്ഷത്തിൽപ്പെട്ട ആളാ? ഹസ്തിനപുരത്തിൻ്റെ ആളാണ്. അവിടെയാണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത്. നിങ്ങളിത് നല്ല പോലെ മനസ്സിലാക്കണം. ഭൈക്ഷം വിപ്രതിഷിദ്ധം തേ കൃഷിർ നൈവോപപദ്യതേ ക്ഷത്രിയോസി ക്ഷതാത്രാത. നീ ക്ഷത്രിയനാണ് എൻ്റെ പൊന്നുമോനെ. ആ ക്ഷത്രിയൻ എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം എന്താ? ക്ഷതാത് ത്രാത. എന്തെങ്കിലും ക്ഷതം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രജകളിൽ ആർക്കായാലും അവിടെ ഉടൻ ഓടിച്ചെന്ന് ബാഹുബലം ഉപയോഗിച്ച് ആ ആളെ രക്ഷിക്കണം. ആ കുറ്റത്തിൽ നിന്നോ നഷ്ടത്തിൽ നിന്നോ വീഴ്ചയിൽ നിന്നോ അവശതയിൽ നിന്നോ രക്ഷിക്കുക എന്നുള്ളതാണ്. ഒരാൾ നമ്മുടെ മുൻപിൽ മുങ്ങി മരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വേണ്ടത് എന്താ? ഓടിയെത്തി അവരെ രക്ഷപ്പെടുത്തണം. സഹായത്തോണിയോ എന്താന്ന് വെച്ചാൽ അതും കൊണ്ട്. അതുപോലെ ഒരു ക്ഷത്രിയന്റെ ചുമതല തൻ്റെ അധീനത്തിലുള്ള പ്രജകൾ, ജനസമുദായത്തിൽ ആരെവിടെ കഷ്ടപ്പെടുന്നു എന്ന് കണ്ടാലും അവിടെ ഓടിച്ചെന്ന് അനീതിയിൽ നിന്നും അക്രമത്തിൽ നിന്നും അവശതയിൽ നിന്നും രക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ളവനെയാണ് ക്ഷത്രിയൻ എന്ന് പറയുന്നത്. ക്ഷതത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവൻ ക്ഷത്രിയൻ.